ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ അമിയ മാതാജി. പ്രഭു മ്യൂട്ടാണ് കേട്ടോ. പ്രഭു മ്യൂട്ടാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും ഒരു 3 പ്രാവശ്യം ഞാൻ ഉഗ്രംവീരം ജപിക്കണം. എൻ്റെ അച്ഛനെ ഇപ്പം ഒരു പട്ടി വന്ന് കടിച്ചു, വട്ടം കൂടി അതിൻ്റെ നെഞ്ചൊക്കെ കടിച്ച് പറിച്ചു. അച്ഛനെ കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുക, അവിടെ ഒന്നും എടുക്കുന്നില്ല. അപ്പം അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നു. ആരുമില്ല. പ്രഭു എന്താ ആരെ പട്ടി കടിച്ച്? അച്ഛനെ. ഭഗവാനെ എപ്പോ? ഇപ്പം. എന്റെ ഭഗവാനെ. അപ്പൊ എല്ലാവരും 3 പ്രാവശ്യം ഉഗ്രംവീരം ജപിക്കുക. ഉഗ്രംവീരം മഹാവിഷ്ണു ജ്വലന്തം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം ഉഗ്രംവീരം മൃത്യുമൃത്യോർമുഖാമ്യഹം മഹാവിഷ്ണു ജ്വലന്ത സർവതോമുഖ നരസിംഹം വീരം ഉഗ്രംവീരം മഹാവിഷ്ണു മഹാവിഷ്ണു ജ്വലന്തം മൃത്യുമൃത്യോം നമാമ്യഹം ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യോർമുഖാമ്യഹം ജയ ഉഗ്രം നരസിംഹ വീര്യം ശ്രീ നരസിംഹ ജയ സർവതോമുഖം जय നരസിംഹം प्रहलाद ഭീഷണം जय पद्ममुख भगवत्मा प्रज्ञावती धन्यवाद नरसिंह भगवान की जय। प्रहलाद महाराज गुरुजी വീട്ടിൽ വളർത്തുന്ന പട്ടിയാണോ പ്രഭു? അല്ല, അവിടെ പുറത്തങ്ങാണ്ട് പോയിട്ട് വന്നപ്പോ വഴിക്ക് വെച്ച് ഓടി വന്നത് അച്ഛനെ കണ്ടോണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല. അളിയൻ കൊണ്ടുപോയിട്ടുണ്ട്. അച്ഛൻ ഇവിടെ നാട്ടിലാണോ പ്രഭു? നാട്ടിലാണോ അതോ പ്രഭുവിന്റെ കൂടെ ഉണ്ടോ? നാട്ടിലാ. കുഴപ്പമില്ലായിരിക്കും പ്രഭു, അവിടെ ചെന്ന് പെട്ടെന്ന് ചെല്ലുമല്ലോ. കുഴപ്പമില്ലായിരിക്കും. പെട്ടെന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് വരത്തില്ല.
വരത്തില്ല പ്രഭു, ഒന്നും വരത്തില്ല. ഷോ, അത് നമ്മളൊന്നും അറിഞ്ഞില്ലേലും ഏതെങ്കിലും തരത്തിലൊക്കെ വന്നോളും. എന്ത് പറയാനാ, അതെ അതെ. നമുക്കറിയാൻ വയ്യത് ഇഷ്ടമാണ്. ഹരേ കൃഷ്ണ. ഇന്ന് ഏതൊക്കെ ശ്ലോകമാണ് എടുക്കാൻ ചെയ്യുന്നത്? പിന്നെ 32, 33, 34. 32ാമത്തെ ശ്ലോകം ഞാൻ അംബിക മാതാജി 3 പ്രാവശ്യം വായിച്ചു. എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലത്തെയൊക്കെ ക്ലാസ്സിൽ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എടുത്ത് വീണ്ടും വീണ്ടും. ഒരുപാട് ക്ലാസ് കയറില്ലെന്ന് പറഞ്ഞില്ലേ പ്രഭു? അത് നമുക്ക് ഒരുപാടില്ല പിന്നെ മാതാജി, എടുക്കാൻ നമുക്ക് വയ്യാതെ വരും. ആഴ്ച 3 ഉള്ളൂ. എടുക്കാനും വയ്യാതെ വരും. കുറച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞത് മാറുന്നിടം വരെ എടുക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് എന്നും വേണ്ടതല്ലേ. അതിപ്പോ ഈ ആവേശത്തിന് എടുത്തു കഴിഞ്ഞ ശബ്ദം പോയാൽ എന്ത് ചെയ്യും? ആഴ്ച 3 ഉള്ളൂ. അതിലും കൂടുതൽ നമ്മൾ ഓഫീസിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, അതാണ്. അയ്യോ കൃഷ്ണ, നമുക്കറിയില്ല എന്തൊക്കെ വരുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 32. യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാസ്താൻ വിത്തി നഷ്ടാന ചേതസാം. യേ ശ്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢസ്താൻ വിത്തി നഷ്ടാന ചേതസാം. യേ തേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢസ്താൻ വിത്തി നഷ്ടാന ചേതസകാം. ഹരേ കൃഷ്ണ. പ്രഭുജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എൻ്റെ പ്രധാനപദ തർജ്ജമ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. പദാനുപദ തർജ്ജമ. ഏതു യാദവരാകട്ടെ അഭ്യസൂയന്ത അസൂയാവശന്മാരായിട്ട് മേ എന്റെ ഏതന്മുതം ഈ ഉപദേശത്തെ നാനുദിഷ്ടന്തി അനുസരിക്കുന്നില്ലയോ സർവജ്ഞാന വിമൂഢാൻ യാതൊരു അറിവുമില്ലാത്ത മൂഢരായ താൻ അവരെ അചേതസ കൃഷ്ണാവബോധമില്ലാതെ നഷ്ടന്മാരെന്ന് അല്ലെങ്കിൽ നശിച്ചവരെന്ന് വിധി നീ മനസ്സിലാക്കിയാലും. വായിക്കട്ടെ. അതുകൂടെ വായിച്ചു. അസൂയാലുക്കളായി എന്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരുമായി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിപുലമാക്കപ്പെടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അടുത്ത് ശാന്തകുമാരി മാതാജി ഭാവാർത്ഥം. വായിക്കാം പ്രഭു, വായിക്കാം. ഞാൻ പുസ്തകം വായിക്കാം. ഹരേ കൃഷ്ണ. ഈ പേജ് 212. ഹരേ കൃഷ്ണ. താമസമുണ്ട്. അടുത്ത ആള് വായിക്കുക. സുജന മാതാജി. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധവനാകാതിരുന്നാലുള്ള അപാകത ഇതിൽ വിവരിക്കുന്നു. ഒരു ഉയർന്ന ഭരണാധികാരിയുടെ ആജ്ഞ ലംഘിക്കുമ്പോൾ അതിന് ശിക്ഷയുണ്ട്. പരമദിവ്യോത്തമ പുരുഷന്റെ ആജ്ഞ ലംഘിക്കുന്നവനും തീർച്ചയായും ശിക്ഷാർഹൻ തന്നെ. അനുസരണകെട്ട അയാൾ എത്ര വലിയവനായാലും ശരി, ഹൃദയശൂന്യത കൊണ്ട് സ്വാത്മാവിനെ കുറിച്ചോ പരബ്രഹ്മത്തെക്കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ ഒന്നും അറിയാത്തവനാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ പരിപൂർണതയെപ്പറ്റി അയാൾക്ക് അറിയാൻ വകയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ കണ്ടത് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നു, അതായത് ഭഗവാനിൽ അസൂയയും അങ്ങനെ മറ്റ് ചിലർക്ക് വിശ്വാസമില്ലായ്മ, ഏസ്തിസ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. ഭഗവാനിൽ യാതൊരു വിശ്വാസമില്ലാത്ത ചിലർക്ക് ഭഗവാനോട് അസൂയാണ്. കാര്യം ഭഗവാൻ ഒരുപാട് ഓപ്പുലൻസസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭഗവാൻ ഓഫർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലേ. ഇതെന്തുകൊണ്ട് ഭഗവാൻ ഇതൊക്കെ ആസ്വദിക്കാം, എനിക്കിതൊക്കെ പറ്റത്തില്ല, എനിക്കെന്തുകൊണ്ട് ഈ നിയമങ്ങൾ, ഭഗവാന് നിയമങ്ങളൊന്നുമില്ല, അങ്ങനെ ഞാൻ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും, ഭഗവാന് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കർമ്മങ്ങളും ഇല്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ദ്വന്ദ്ങ്ങൾ നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും.
അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭഗവാനോട് ശരിക്കും അസൂയ തോന്നും, നമുക്ക് ഈഗോ തോന്നും, അല്ലേ? അപ്പം ശരിക്കും അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. നമ്മൾ ഗോലോക വൃന്ദാവനത്തിൽ നമ്മളുടെ സ്വന്തം ധാമത്തിൽ നമ്മൾ ഭഗവാനോടൊപ്പം അവിടെ ഭഗവാന്റെ ദാസന്മാരായിരുന്നു. നമ്മൾ ദാസൻ എന്നുള്ള യഥാർത്ഥ സ്വരൂപത്തിലായിരുന്നു. എപ്പോൾ നമുക്ക് ആസ്വദിക്കണം തോന്നി, ഭഗവാനോട് അസൂയ തോന്നി, അപ്പോൾ നമ്മൾ താഴ്ത്തപ്പെട്ടു. അപ്പോൾ ഒന്ന് താഴ്ത്തപ്പെട്ട് കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ താഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ നിർദ്ദേശങ്ങളെ നിങ്ങൾ അനുസരിക്കാതെ വീണ്ടും വീണ്ടും പോവുകയാണല്ലേ? അതെ. അങ്ങനെയുള്ളവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢന്മാരുമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. അപ്പം തീരെ ജ്ഞാനം ഉദിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ വിചാരിക്കുന്നത്, അല്ലേ? അതെ. ഇത് മദ്യം എന്ന് പറയുന്ന സാധനം വിഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ട് കുടിക്കുന്നു. ആ ബോട്ടിലെല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇത് വിഷമാണെന്ന് പറഞ്ഞിട്ട്, എന്നാൽ നമ്മൾ അതെ. അത് അറിഞ്ഞുകൊണ്ട് തന്നെ കുടിക്കുന്നു. നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉതകുന്നതല്ല. നോൺ വെജ് ഈ ജീവജാലങ്ങളെ തല്ലിക്കൊന്നതിൻ്റെ ശവശരീരം കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ നാക്കിൻ്റെ തൃപ്തി. ഉദരത്തിന് തൃപ്തിയുണ്ടോ? ഇല്ല. നാവിൻ്റെ തൃപ്തി, പഞ്ചേന്ദ്രിയത്തിലെ നാവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ അസഭ്യം പറയുന്നതും അതുപോലെ തന്നെ അവരെ ഇതൊക്കെ പറയുന്നതൊക്കെ എന്താണ്? അത് നാവിൻ്റെ തൃപ്തി തന്നെയാണല്ലേ? ഈ നാവിന് തൃപ്തി, അത് കഴിഞ്ഞ് കുറച്ച് മനസ്സിൻ്റെ തൃപ്തി, അല്ലേ? നാവിന് തൃപ്തി അടങ്ങി കഴിയുമ്പോഴത്തേനും അത് മനസ്സിലാകും തൃപ്തി, അല്ലേ? അത്രയും ഞാൻ അവരെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അവർക്ക് എത്രമാത്രം അത് വിഷമം ഉണ്ടാക്കുന്നു അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലേ? ഈ പോയ അല്ല വാക്കും പ്രഭു, അല്ല ചിലര് പറയും ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്, ശരിക്കും അവർക്ക് മനസ്സിന് കൊണ്ടിട്ടുണ്ടെന്ന് പറയും. അതെ, ഒരു അവർക്കത് സന്തോഷം. എത്രമാത്രം വിഷം, പോയ വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാണ്ട് പറ്റിയില്ലല്ലേ? അത് നമുക്കറിയാമല്ലോ, അല്ലേ? ശരി. നമ്മൾ ഒരാളെ കൊല്ലുന്നതിനേക്കാളും ദോഷമാണ് കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്നത് അതെ. എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അതെ. അപ്പം ഈ കൊല്ലാനായിട്ട് സൂത്രധാരം ചെയ്ത ആൾക്കാർ കൊലപാതകിയേക്കാളും കൂടുതൽ ശിക്ഷയ്ക്ക് പാത്രമാണ്. അയാൾക്ക് ഈ കർമ്മത്തിൻ്റെ കോടതിയിൽ ഇദ്ദേഹത്തിനായിരിക്കും കൂടുതൽ. ശരിക്കും ഫിസിക്കലി കൊന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മം ചെയ്തൊരു പ്രവൃത്തി ചെയ്തു. ഒരു ഗുണ്ടാസംഘ തലവൻ എന്താണ്? അവരവരുടെ പ്രവൃത്തി എന്താണ്? പണം മേടിച്ചിട്ട് എന്ന് വെച്ചാൽ അവർ നല്ല ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്നല്ല, അവരവരുടെ കർമ്മം ചെയ്യുന്നു. ഒരു വേശ്യ ചെയ്യുന്നത് നല്ല കർമ്മമാണോ? അല്ല. അതുപോലെ ഇതേപോലെ തന്നെ ഒരു മൃഗത്തെ കൊന്ന് ഇറച്ചി വിൽക്കുന്ന നല്ലതാണോ? പക്ഷെ വ്യാധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, മഹാഭാരതത്തിൽ പറഞ്ഞത് വ്യാധഗീത, വ്യാധൻ ഉപദേശിച്ചു തന്നത്, അവരിറച്ചി വെട്ടുകാരൻ തന്ന ഉപദേശം എന്തുകൊണ്ട് സ്വീകരിച്ചു? എന്തുകൊണ്ട് എല്ലാവരും ലോകം മുഴുവനും ആ ഒരു ഗീത പറഞ്ഞു നടന്നു എന്ന് വെച്ചാൽ ഇറച്ചി വെട്ടുകാരൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വമല്ല, അത് അയാൾ പരമ്പരാഗതമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തു പോന്നിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ധർമ്മം, നിഷ്ഠ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് വന്ന വാക്കുകളും വളരെ വിശിഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും അത് ഗീതയായി മാറിയത്. ഇത് നമ്മളെ ഭഗവത്ഗീത, അത് വ്യാധഗീതയായി മാറി, അല്ലെ? വ്യാധന്റെ വായിൽ നിന്ന് വന്ന ഉപദേശങ്ങൾ. അപ്പൊ നീ അങ്ങനെ വരാനിരിക്കുക. ഇതേപോലെ ഒരു വേശ്യാസ്ത്രീ നമ്മളെ എല്ലാവരെയും എന്താണ്, നമ്മളുടെ എല്ലാം സ്ഥാനീയരായ ഒരു വേശ്യാസ്ത്രീ ഉണ്ട്. പേര് പറയാമോ ആർക്കെങ്കിലും? 24 ഗുരുവിൽ ഒരാളാണ്, മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത്. മഞ്ജുളയാണോ? അല്ല, മഞ്ജുള, പിങ്കള. 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 എന്തുകൊണ്ടാണ് ആ ഒരു പിങ്കള ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് അതിന് ഒരു നേരത്തെ അന്നത്തിനുള്ള വക കിട്ടുമ്പോൾ എന്താണ്, കസ്റ്റമേഴ്സിനെ അവർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവര് എന്ത് ചെയ്യും? അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് വേറെ തൊഴിലൊന്നുമില്ല, ജോലി എടുക്കാണ്ട് വേറെ മാർഗവുമില്ല. ഇതാണ് ശരീരം ഭഗവാനായിട്ട് തന്ന ശരീരം നിലനിർത്തി പോരാനായിട്ടുള്ള അന്നത്തിനും ഒരു നേരത്തെ അന്നത്തിൻ്റെ വക കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അന്നത്തേതും കൊണ്ട് അവര് എന്താണ്, ഡോർ ക്ലോസ്ഡ് ആണ്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ ഒരാളുടെ, ഈ പിങ്കളയുടെ കീർത്തി എല്ലായിടത്തും പരന്നു. അങ്ങനെ മഹാവിഷ്ണു തന്നെ വേഷം മാറി പിങ്കളയുടെ അടുത്തെത്തുകയാണ്, അല്ലേ? നോക്കുമ്പോൾ എന്താണ്, അതിസുന്ദരൻ. ഭഗവാന്റെ എത്ര സൗന്ദര്യം ആർക്കെങ്കിലും ഉണ്ടോ? എത്ര കോടി ദേവന്മാരാണ് ഒരുമിച്ച് വന്നാൽ? കന്ദർപ്പ കോടി.
നമുക്ക് കൂടി എണ്ണിത്തട്ടാൻ പറ്റാത്ത അത്രയും കോടി, കന്ദർപ്പ കോടി കമനീയ വിശേഷവും. കാമദേവന്മാരൊക്കെ ഇളിഭ്യരായിട്ട് നാണം കെട്ട് തൊഴുതു മാറും ഭഗവാന്റെ സൗന്ദര്യം കണ്ടുകഴിഞ്ഞാൽ. അപ്പൊ സാക്ഷാൽ മഹാവിഷ്ണു വന്ന് നിൽക്കുകയാണ് സർവാഭരണ വിഭൂഷിതനായിട്ട്. എന്നിട്ട് ഇവരോട് കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവര് നിരസിച്ചു. കാര്യം ഇന്നത്തെ കോട്ട കഴിഞ്ഞിരിക്കുന്നു, ഇന്ന് എനിക്ക് എന്താണ് സമ്പൽ സമൃദ്ധമായിട്ട് ഇന്ന് എനിക്ക് ഉറങ്ങാനുള്ളതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയി വരുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇപ്പം എന്ത് ചെയ്തു? നിന്നെ ഭാര്യയാക്കാം, അതുപോലെ തന്നെ നിന്റെ ആജീവനാന്തം ചെലവെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്നും സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്വർണവും ധനവും എല്ലാം കൊടുക്കാം, മണിമാളികയിലാക്കി തരാം എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ഓഫർ കൊടുത്തു. ആ ഓഫറുകളെല്ലാം അവൾ നിരസിച്ചു, കഥ കടച്ചു. അപ്പം എന്താണ് ഇത്രയും, അതായത് മോഹിനിയാണല്ലോ ഭഗവാൻ സാക്ഷാൽ, എല്ലാവരും മോഹിപ്പിക്കുന്ന ആളാണ്. ആ മോഹിനിയെ പോലും മോഹിപ്പിച്ചു ഈ പിങ്കള, അല്ലേ? ആ അത്രയും ഭഗവാൻ മോഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും നമ്മളൊക്കെ വീണ് പോകത്തില്ലേ? കാര്യം ഭഗവാൻ ഇതിൻ്റെ എല്ലാം ഉസ്താദാണ്. ആ ഭഗവാനെ പോലും എന്ത് ചെയ്തു? അമ്പരിപ്പിച്ചു ഈ പിങ്കള. അങ്ങനെയാണ് പിങ്കള അന്ന് മുതൽ എന്തായി മാറിയത്? ഈ പറയുന്ന 24 ഗുരുക്കന്മാരിൽ ഒരാളായി മാറിയത് പിങ്കള. അത് ഒരേ ഒരു സ്ത്രീയാണ്, പക്ഷെ അതൊരു വേശ്യ സ്ത്രീയാണ്. അതുപോലെ തന്നെ വ്യാധന്റെ ഗീത നമ്മൾ ഉൾക്കൊള്ളാൻ കാണിച്ച ഈവൻ തുളസി മഹാറാണി പോലും ഒന്ന് അമ്പരന്നു. കാരണം മഹാവിഷ്ണു വേഷം മാറി വന്നിട്ട് അറിയാണ്ട് പറ്റിയില്ല, അല്ലേ? വൃന്ദാദേവിക്ക്. വൃന്ദാദേവിയുടെ ഭർത്താവ് ആരായിരുന്നു? ജലന്ധരൻ. ഇന്ന് അസുരനായിരുന്നു. അപ്പം മഹാവിഷ്ണു ജലന്ധരന്റെ വേഷം മാറി വന്നു കഴിഞ്ഞപ്പോൾ വൃന്ദാദേവിക്ക് അറിയാൻ പറ്റിയില്ല. അതുപോലെ തന്നെ വേറെ കുറെ പേർക്ക് ഇതുപോലെ സംഭവിച്ചു. വേറൊരാളാണ് ആർക്കാ ശാപം കിട്ടിയത് ഇതുപോലെ വേഷം മാറി വന്നപ്പോ? അഹല്യക്ക് ഭർത്താവിന്റെ വേഷം മാറി ആര് വന്നു? ഗൗതമ മുനി വന്നു, അല്ലേ? ഗൗതമ മുനിയുടെ വേഷം മാറി ഇന്ദ്രൻ വന്നു. അങ്ങനെ ഇന്ദ്രൻ ഗൗതമ മുനിയുടെ ശാപം കിട്ടി. അതുപോലെ അഹല്യയെ ശപിച്ചു. ഇന്ദ്രന് ദേഹം മുഴുവനും വൃഷണങ്ങളായി മാറി ഇന്ദ്രന്. അതുപോലെ തന്നെ ഇതോ അഹല്യ കല്ലായി മാറി. എന്നിട്ട് ഭഗവാൻ പിന്നെ ത്രേതായുഗത്തില് ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചപ്പോഴാണ് ഒന്ന് മോക്ഷം കിട്ടിയത്. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരാളെ ഇതേപോലെ കണ്ടിട്ടുണ്ട്. പതിവ്രതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിവ്രതയാണ്, പക്ഷെ ഒരു അല്പസമയത്തിനേക്ക് അവരുടെ കൺട്രോൾ തെറ്റിപ്പോയി. ആ സമയത്ത് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അവരുടെ തല തന്നെ പോയി. അതാരാണെന്ന് അറിയാമോ? പരശുരാമന്റെ അമ്മ രേണുക. അതായത് അവര് വെള്ളം എടുക്കാനായിട്ട് നദിയിൽ പോയപ്പോൾ അവിടെ ഗന്ധർവന്മാര് വിളിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ അവരുടെ സൗന്ദര്യത്തിൽ ആകർഷിതരായിട്ട് അല്പം നിന്നുപോയി. അപ്പൊ തിരിച്ച് വെള്ളമായിട്ട് വന്ന് താമസിച്ചു കഴിഞ്ഞു. അപ്പം ഈ എന്താണ് ആ മഹർഷിയുടെ പേരെന്താണ്? ജമദഗ്നി മഹർഷി നോക്കി കഴിഞ്ഞപ്പോൾ ജ്ഞാനദൃഷ്ടി നോക്കിയപ്പോൾ ഇവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഈ ഗന്ധർവന്മാരുടെ ആലോചനയിലാണെന്ന് മനസ്സിലായി. മനസ്സിൽ വേറൊരാളാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോഴേ മകനോട് പറയുന്നു അവളുടെ ശിരസ് ഛേദിച്ച് കളയാൻ പറയും. അപ്പൊ അങ്ങനെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? അപ്പം നമ്മള് എന്താണ് അസൂയാലുക്കളായി ഉപദേശങ്ങളെ അവഗണിക്കുക, അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഒട്ടും അറിവില്ലാത്തവരും മൂഢരുമായിട്ട് വേണം കണക്കാക്കാൻ. ഇങ്ങനെയുള്ളവർക്ക് അറിവ് തീരെ ഇല്ല, അവരെ മൂഢന്മാരായിട്ട് തന്നെ കണക്കാക്കണ്ട. പൂർണ്ണത നേടുന്നുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യും. അവര് എത്രയൊക്കെ പൂർണ്ണത നേടാനായിട്ട് അവര് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മൾ ഓർക്കും നമ്മളുടെ ദൈവവിശ്വാസമില്ലാത്ത, ഇതുവരെയും ഒരു വിളക്ക് പോലും കത്തിക്കാത്ത അവർക്കൊക്കെ എന്താ കുഴപ്പം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത് കഴിഞ്ഞ് അവർക്ക് എപ്പോഴെങ്കിലും ഒരു തട്ടുകേട് ഒരു സമയത്ത് വന്നു കഴിയുമ്പോൾ അവർ ഈ പൂർണ്ണതയിലേക്ക് വരാനായിട്ട് അവർ നന്നേ പരിശ്രമിക്കേണ്ടി വരും. കാരണം ഇത്രയും നാൾ അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം ഇങ്ങനെ കിടക്കല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വരാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ ഞാൻ ഭക്തരാണെന്നൊക്കെ കുറെ നാട്യമൊക്കെ നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പൂർണ്ണത വളരെ വേഗം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ അനുസരിക്കണം. ചോദ്യം
ചെയ്യരുത്. ഭഗവാനിൽ അസൂയാലുക്കള് ആകരുത്. ചോദ്യം ചോദിക്കാനാണ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉത്തരവൊന്നും നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ഉണ്ട്. ഇതിനൊക്കെ ഉത്തരം എന്തിനു ജനിപ്പിച്ചു എന്ന് ചോദിച്ചാൽ മതിയല്ലോ, വേറൊന്നും വേണ്ട. എന്തിനു നമ്മളെ ജനിപ്പിച്ചു? അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കാണുക, അതിന്റെ പുറകെ പോവുക, അതിൽ വ്യാകുലപ്പെടുക അതിന്റെ ഉത്തരത്തില്. അപ്പൊ നമ്മള് 4 സമ്പ്രദായത്തിൽ ഉള്ള ആൾക്കാര്, അല്ലെങ്കിൽ 3-4 മതക്കാരുടെ അടുക്കൽ പോവുകയാണ്, അല്ലെങ്കിൽ 3-4 ആൾദൈവങ്ങളുടെ അടുക്കൽ പോവുകയാണ്. ഇതിനെല്ലാം ഈ ഒരു ചോദ്യം, ഇപ്പൊ മാതാജി ചോദിച്ചു എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് അവരിൽ നിന്നെല്ലാം വരുന്ന ഉത്തരം വ്യത്യസ്തമായിരിക്കും. ഇവരെല്ലാം പറയും നമുക്ക് ശരിയാണെന്ന് തോന്നും, പക്ഷെ ശരിയായിട്ടുള്ള ഉത്തരമാണോ കിട്ടുന്നത്? അല്ല. 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 ഈ ഓരോ വ്യക്തികളുടെ അടുക്കൽ ചെന്ന് മാതാജി ഈ ചോദ്യം ചോദിച്ചു. ഒരു പാതിരിയുടെ അടുക്കൽ ചോദിച്ചു, ഒരു ഇമാമിന്റെ അടുക്കൽ പോയി ചെന്ന് ചോദിച്ചു, ഒരു ഭഗവത്ഗീത പറയുന്ന ഒരാളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അതുപോലെ തന്നെ ഒരു ആൾദൈവങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരെയോ അവരുടെ ശിഷ്യന്മാരെയോ കണ്ട് ചോദിച്ചോളൂ. അതുപോലെ തന്നെ കുറെ സമ്പ്രദായങ്ങളൊക്കെ കലിയുഗത്തിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഞാൻ പറയുവാണ്, നിങ്ങളെയൊക്കെ ഇത്രയും നേരം ക്ലാസ് ഒക്കെ എടുക്കുന്നില്ല, 2-3 വർഷമായി ഞാൻ ഒരു ആചാര്യനാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാം കൺസൾട്ടേഷന് വരികയാണ്, നിങ്ങളൊക്കെ ഫീസും ദക്ഷിണയൊക്കെ തന്നിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറയുന്ന ഉത്തരവും ഈ പറയുന്ന ആൾക്കാരും ഭഗവത്ഗീത ശരിക്കും പഠിച്ചിട്ട് പറയുന്ന ഒരാളും തമ്മിലുള്ള ഉത്തരം വ്യത്യാസമായിരിക്കും. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തരം മറ്റു ചിലത് ഏകദേശമൊക്കെ അടുത്ത് വരുമായിരിക്കും. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉത്തരം ഭഗവത്ഗീത പഠിച്ചിട്ട് പറയുന്ന ഒരാളുടേതായിരിക്കും. മാതാജി പറഞ്ഞ ഈ ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട് ഭഗവത്ഗീതയില് നമ്മളുടെ. അപ്പം നമ്മളപ്പം ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് വഴിയിൽ പോകണമായിരുന്നു? ഭഗവാന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണമായിരുന്നോ അല്ലായിരുന്നെയോ? ഇവിടെ തന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഭഗവാനില് അസൂയാലുക്കളായിട്ട് എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുന്നവരെ തീർത്തും മൂഢന്മാരാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 9 എത്രയായിരുന്നു മാതാജി കഴിഞ്ഞ ദിവസം പറഞ്ഞ 9? ആ ശ്ലോകം വീണ്ടും ഞാൻ മറന്നുപോയതാണ്. അവജാനന്തി മാമൂഢ മാനുഷ്യം തന്മാസ്തുതം പരംഭാവം അജാനന്തോ മമഭൂത മഹേശ്വര. അല്ലേ? അല്ലയോ മൂഢനായ വ്യക്തികളെ, മനുഷ്യരെ, നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാകുക. ശരിക്കും മൂഢൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മൂഢൻ ഭഗവാനെ അനുസരിക്കാത്ത ഒന്നാണ്. ഭഗവാനെ അനുസരിക്കാത്ത വ്യക്തികളെ മൂഢൻ എന്ന് നമുക്ക് പറയാം. തലയിലേക്ക് തലയിൽ വെളിച്ചം കയറില്ലാത്ത ആൾക്കാരെന്ന് പറയത്തില്ലേ? എത്രയൊക്കെ അനുഭവം കണ്ടാലും പഠിക്കില്ലാത്ത ആൾക്കാരെ മൂഢരെന്ന് പറയാം. എത്രയൊക്കെ അനുഭവം നമ്മുടെ കൺമുമ്പിൽ കൂടെ പോയി കണ്ടു, ഇതെല്ലാം കണ്ടാലും പഠിക്കില്ലാത്ത വ്യക്തിയെ മൂഢരെന്ന് വിളിക്കുന്നു. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുന്നു. അവര് ഭൗതികമായിട്ടുള്ള രീതിയിൽ അവരുടേതായ രീതിയിൽ എത്ര പൂർണ്ണരാകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഭഗവാനെ കണക്ട് ചെയ്യാതെയുള്ള അവരുടെ ആ ഒരു പ്രയത്നത്തിന് ഒരിക്കലും ഫലപ്രാപ്തി ഉണ്ടാകില്ല. ബാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊക്കെ എപ്പോഴും ഭഗവാന്റെ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലേ, കണക്ടിങ് ത്രൂ ദ ലോഡ്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കും, ഭഗവാന്റെ പറഞ്ഞിരിക്കുന്ന വാണിയാണ് നമ്മൾ മുൻപിലെടുത്ത് വെച്ചിരിക്കുന്നത്, അതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനൊക്കെ തന്നെ ഭഗവാന്റെ ഒരു കൃപ ഉണ്ടായിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അതുണ്ടാകില്ല. അപ്പൊ അവര് സ്വപ്രയത്നം ചെയ്തിട്ട് എന്തെങ്കിലും ഭഗവാന്റെ കൃപ കൊണ്ട് എന്തെങ്കിലും സാധിച്ചെങ്കിൽ അവരുടേതാണെന്ന് കാണിക്കും, ക്രെഡിറ്റ് അവരുടേതായിട്ട് എടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഓരോ പ്രാവശ്യം അവർ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിനെല്ലാം പ്രതിപ്രവർത്തനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരുടെ പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നൊരു പൂർണ്ണതയിൽ എത്തിച്ചേരുന്നില്ല എന്നുള്ള വാസ്തവമാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തത് 33-ാമത്തെ ശ്ലോകം. സവിതാ മാതാജി അത് 3 പ്രാവശ്യം വായിക്കാം. ഹരേ കൃഷ്ണ. സദൃശ്യം ചേഷ്ടതി സ്വാസ്യ പ്രകൃതേരജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി
സദൃശ്യം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേർജാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശ്യം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി അതിന്റെ പദാനുപത തർജ്ജമ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ജ്ഞാനവാൻ ജ്ഞാനവാനപി ജ്ഞാനവാനപി ജ്ഞാനസമ്പന്നൻ പോലും സ്വസ്യ പ്രകൃതെ സ്വപ്രകൃതിക്ക് സദൃശം അനുസരണമാവണ്ണം ചേഷ്ടതെ ശ്രമിക്കുന്നു. ഭൂതാനി ജീവജാലങ്ങൾ പ്രകൃതിയെ യാന്തി അനുസരിക്കുന്നു. നിഗ്രഹം നിയന്ത്രണം കിം കരിഷ്യതി എന്തു ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. രാധിക മാതാജി അതിന്റെ വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനമാൻ ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. തന്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. നിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം. ഭാവാർത്ഥം. കൃഷ്ണാവബോധത്തിന്റെ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊഴികെ ആർക്കും പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതരാകാൻ പറ്റില്ല എന്ന് ശ്രീ ഭഗവാൻ 7-ാം അധ്യായത്തിൽ, അതായത് 7:14 പറയുന്നുണ്ട്. അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഏറ്റവും അറിവുള്ള ആൾക്കും സൈദ്ധാന്തിക ജ്ഞാനം കൊണ്ടോ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടോ മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ സാധ്യമല്ല. വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട്. എന്നാൽ ആന്തരികമായി അവർ തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ്. മഹാപണ്ഡിതനായാലും ശരി, ഭൗതിക പ്രകൃതിയുമായുള്ള നിരന്തര സമ്പർക്കത്താൽ അയാൾ ബന്ധനത്തിൽ തന്നെയാണ്. മറിച്ച് ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരാൾക്ക് കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ അത് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. അതുകൊണ്ട് പൂർണ്ണമായും കൃഷ്ണാവബോധവാനാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. പൊടുന്നനവേ ഒരാൾ തന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രിയവാദിയോ ആയി അഭിനയിക്കരുത്. സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാവബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ കൃഷ്ണന്റെ മായാവലയത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഹരേ കൃഷ്ണ. ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ അവിടെ മാതാജി വായിച്ചത് നിങ്ങളെല്ലാവരും കേട്ട് കാണും. അത് പറഞ്ഞ് തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തീർന്ന ജ്ഞാനിയും പ്രവർത്തിക്കുന്നത് തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടാണ്. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ചിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഭൗതിക പ്രകൃതിയുടെ ഈ 3 ത്രിഗുണങ്ങളുമായിട്ടുള്ള സമ്പർക്കം മൂലം അതിൽ നിന്ന് ആർജിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട് ഉള്ളിൽ, അല്ലേ? അതിൽ നിന്ന് തികട്ടി വരുന്ന സംഭവങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രതിഫലിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളല്ല അതിൻ്റെ കാരണം. ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന ഈ ഓരോ ഇതിനും കാരണം ഭൗതിക പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിലോട്ട് പോകാതിരുന്നാ പോരെ പ്രഭു? നമ്മൾ അതിലോട്ട് പോകാതിരുന്നാ പോരെ? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാനായിട്ട് പറ്റും മാതാജി? കാര്യം നമ്മൾ ഈ പ്രകൃതിയിലല്ലേ, നമ്മൾ അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് പ്രതിജ്ഞ ചെയ്ത് എങ്ങനെ മറന്നുപോയത്? വന്ന വഴി എങ്ങനെ നമ്മൾ മറന്നുപോയത്? ഈ ഭൗതിക പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ തല കാണിച്ച് ഇവിടെ ഒരു തലക്കുറി വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് ചെയ്യും? നമ്മളെ വിധി മാറി ഈ മായാദേവിയുടെ കൈകളിലേക്കായി പോയി. അപ്പം മായാദേവിയുടെ കൺട്രോളിലാണ് ഈ ത്രിഗുണങ്ങൾ, അല്ലേ? ഈ ത്രിഗുണങ്ങളുടെ അധിപതി മായാദേവിയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ മായാദേവി അതൊരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. നാണയത്തിന്റെ ഒരു വശം എന്താണ്? രാധാദേവിയും അല്ലെങ്കിൽ ആന്തരിക പ്രകൃതിയും. മറ്റേ വശം എന്താണ്? മായയും. ഈ മായ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന അത് നമ്മൾ തേച്ച് മിനുക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് കാണും? നമ്മൾ അതിന്റെ അങ്ങേയറ്റം കാണും, അല്ലേ? മറുവശം കാണും. അതിന്റെ ഇടയ്ക്കുള്ള ഒരു കർട്ടൻ ഇല്ലേ? ഈ പൊടിപടലങ്ങൾ അങ്ങ് മാറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ രാധാറാണിയെ കാണാൻ പറ്റും. ആ രാധാറാണിയിൽ കൂടെയാണ് നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്.
സാധാരണ കൃപ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ശരിക്കും നമ്മൾ ആ വേറൊരു എക്സാമ്പിൾ പറയാനുണ്ടല്ലേ. സൂര്യന്റെ എക്സാമ്പിൾ നമ്മൾ പല രീതിയിൽ എടുക്കുമെങ്കിലും ഇവിടെ നമ്മൾ പറയുന്ന സൂര്യഗോളത്തിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, സൂര്യരശ്മിയിൽ പിടിച്ചാലും മതി. അത് വേറൊരു കാര്യത്തിൽ നേരെ തിരിച്ചാ വരുന്നത് കേട്ടോ. റിയലൈസേഷന്റെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാ വരുന്നത്. ഈ എക്സാമ്പിൾ എല്ലായിടത്തും ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. റിയലൈസേഷന്റെ കാര്യത്തിൽ നമ്മൾ സൂര്യഗോളത്തിന്റെ ഉപരിതലത്തിൽ ചെന്നേ പറ്റുള്ളൂ. അതേതാണ് ഭഗവാൻ റിയലൈസേഷൻ. അതുമായിട്ട് തെറ്റിച്ചു പോകരുത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിള്. റിയലൈസേഷൻ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭഗവാൻ റിയലൈസേഷൻ സൂര്യഗോളത്തിന്റെ ഉപരിതലം. അതുപോലെ തന്നെ പരമാത്മാ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ സൂര്യഗോളത്തിന്റെ എന്താണ് പുറം വശം. അതുപോലെ തന്നെ എന്താണ് ആ സൂര്യരശ്മി എന്ന് പറയുന്നതാണ് എന്താണ് ബ്രഹ്മൻ റിയലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ബ്രഹ്മനാണോ ബ്രഹ്മമാണോ സാർ പ്രഭു? ബ്രഹ്മൻ എന്നാണോ അതോ ബ്രഹ്മമാണോ? ബ്രഹ്മൻ ബ്രഹ്മൻ ബ്രഹ്മനാ ബ്രഹ്മൻ ബ്രഹ്മൻ. അതിനെ ഇങ്ങനെ പറയും, നിർഗുണ പരബ്രഹ്മം എന്നും പറയും. നിർഗുണ പരബ്രഹ്മ. ചിലര് വഴക്കുണ്ടാക്കുമ്പോ ചോദിക്കും, നീ എന്തൊരു നിർഗുണ പരബ്രഹ്മാന്ന് ചോദിക്കുന്ന ആ അതെ, നിർഗുണ പരബ്രഹ്മം. യാതൊരു ഇതും ഇല്ല, വെറുതെ ഇങ്ങനെ ഒരു ഗുണവുമില്ല ഒരു അല്ലേ, ഗുണവും തോന്നലല്ലേ, ദോഷവും ഇല്ല. ഒരു ഇതുപോലെ മായ പോലെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഭവം. അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ യാതൊരു ഇതും ഇല്ല, വെറും ലയനം മാത്രമേ ഉള്ളൂ, ആസ്വാദനം ഇല്ല. നമ്മളുടെ ആത്മാവിന്റെ സ്വരൂപം എന്താണ്? ആസ്വദിക്കുക എന്നുള്ളത് എപ്പോഴും അലിഞ്ഞു ചേർന്നുള്ള സ്വഭാവമാണ്. ആസ്വാദനം ഇല്ലാതെ വരുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി വീണ്ടും ആസ്വദിക്കണമെങ്കിൽ എന്താണ്? ഭൗതിക ലോകത്തിൽ പിറന്നേ മതിയാവുള്ളൂ അല്ലേ. ഇവിടെ വെച്ച് ചെയ്ത കർമ്മങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഫലപ്രാപ്തിയുള്ളൂ ഈ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട്. അതുകൊണ്ട് ആർക്കും കർമ്മം ചെയ്യണം. ഇതാണ് കർമ്മഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാരതവർഷത്തിൽ വന്ന് കർമ്മം ചെയ്തു പോകണം. അനേകം പൂന്താനം പറഞ്ഞിരിക്കുന്നതാണ്, ഉപരിലോകത്തുള്ള ദേവീ ദേവന്മാരെല്ലാവരും ഇവിടെ ഒരു പുല്ലായിട്ടെങ്കിലും പിറന്നാ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. അവരൊക്കെ ലക്ഷക്കണക്കിന് വർഷം ഉപാസന ചെയ്തു കഴിഞ്ഞാലും ഭഗവാനെ കിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ 100 പോലും വേണ്ട, വെറുതെ ഗോവിന്ദ, നാരായണ, മാധവ, മധുസൂദന എന്നെങ്കിലും എന്തെങ്കിലും ഒരു ഇത് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വന്നാൽ മോക്ഷമാണ്. ഇത് കർമ്മഭൂമിയാണ്. മഹാബലി രസാതലത്തിൽ നിന്ന് എവിടെ വന്നു? കർമ്മം ചെയ്യാനായിട്ട്, അശ്വമേധ അനുഷ്ഠിക്കാനായിട്ട് നർമ്മദാ തീരത്ത് വന്നു. രസാതലത്ത് താമസിച്ചുകൊണ്ടിരുന്ന മഹാബലി. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഭൗതിക ലോകത്താണ് ഇതിനെല്ലാം പറ്റിയ മാർഗം. അപ്പൊ ത്രിഗുണങ്ങള് നിന്ന് ആർജിച്ച സ്വഭാവം നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? ഈ എക്സാമ്പിൾ എല്ലായിടത്തും ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഈ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ എന്താണ്? സൂര്യഗോളം എന്ന് പറയുന്ന ഭഗവാനിലേക്ക് ചെല്ലാനായിട്ട് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണ്? നിഴൽ. നമ്മളെല്ലാരും നിഴലിനെ ഉപാസിക്കുന്നവരാണ്, അല്ലെ മായ. ആ നിഴലിനെ നിഴൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണോ? അല്ല. ഒരു നിഴലിനെ പറയാൻ നമ്മൾ പിടിക്കാൻ പോയാൽ എത്രയേറെ ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിതരില്ല. ഇതാണ് നമ്മൾ നിഴലിനെ ഉപാസിച്ചു പോവാണ്. നമ്മൾ എന്താണ്? പിടിതരില്ലാത്ത ഒരാളെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വരൂപമില്ലാത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഫോളോ ചെയ്യുവാണ് അല്ലെ. നമ്മൾ ശരിക്കും ആ നിഴലിന്റെ അപ്പുറത്ത് ആ ഒരു മറ മാറ്റി കഴിഞ്ഞാൽ എന്താണ്? അവിടെ പ്രകാശമാണ്, പ്രകാശരശ്മി ഇല്ലേ, ഇങ്ങനെ നിൽക്കുകയാണ്. ആ പ്രകാശരശ്മി എന്ത് ചെയ്യും? എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നത്. അവിടെ മാലിന്യമുണ്ടോ? അതുപോലെ തന്നെ എന്താണ്? നല്ല ജലമാണോ ഗംഗാജലമാണോ എന്നൊന്നും നോക്കുന്നില്ല. എല്ലാ സ്ഥലത്തും ഒരുപോലെ പരന്നിരിക്കുകയാണ് മെർസി. അമ്മയാകുന്ന രാധാറാണിന്റെ മെർസി ഒരേപോലെ പരന്നിരിക്കുകയാണ് അല്ലേ. എല്ലാവരെയും പ്യൂരിഫൈ ചെയ്ത് എല്ലാവരെയും എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്? ഭഗവാനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഒരു അമ്മ നമ്മളെ കാത്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ നിഴലിനെ ഉപാസിച്ച് നമ്മൾ ഒരിക്കലും ഈ അമ്മയെ കാണുന്നില്ല, ഈ അമ്മയുടെ സ്നേഹം നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ചിലരെന്ത് ചെയ്യും? നേരിട്ട് ഞാൻ ആ സൂര്യഗോളത്തിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കും. അത് സാധ്യമാണോ? ഇത്ര ബുദ്ധിമുട്ടാണ്. നമ്മൾ സൂര്യഗോളത്തിൽ എത്തിച്ചേരണോ? നമ്മൾ നേരിട്ട് ഈ സൂര്യരശ്മിയെ പിടിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സൂര്യഗോളമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സൂര്യഗോളം ഉള്ളത് കൊണ്ട് സൂര്യരശ്മി ഉണ്ട്. സൂര്യഗോളം ഉണ്ടായിട്ട് സൂര്യരശ്മി ഇല്ലാതിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ അറിയില്ല ആ ഗോളത്തെ. സൂര്യഗോളം അവിടെ ഉണ്ട്. ആ സൂര്യഗോളത്തെ നമ്മൾ അറിയണമെങ്കിൽ എന്താണ്? അതിന് പ്രകാശവും അതിന്റെ രശ്മിയും എല്ലാം വേണ്ടേ? ഇതില്ലാതെ സൂര്യഗോളം മാത്രമായിട്ട് അവിടെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എനർജിയെ നമ്മള് ശരണം പ്രാപിക്കുക. ആ എനർജിയെ ശരണം പ്രാപിക്കാനുള്ള രീതികളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹരിനാമ സങ്കീർത്തനം, അതുപോലെ തന്നെ മറ്റുള്ള വൈഷ്ണവ സേവ ചെയ്യുക, ഭക്തിയുത സേവനം ചെയ്യുക, ഡിവോഷണൽ സർവീസസ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിഗ്രഹം
കൊണ്ട് എന്തു പ്രയോജനം? അപ്പം നമ്മള് ഈ ത്രികോണങ്ങളെ നിഗ്രഹിക്കാനായിട്ട് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമോ? നമുക്ക് ഒരിക്കലും ഈ ത്രികോണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പൊ ത്രികോണങ്ങളിൽ നിന്ന് കരകയറ്റിയിട്ടാണെങ്കിൽ ആ ലോവർ ടേസ്റ്റിൽ നിന്ന് നമ്മൾ ഹയർ ടേസ്റ്റിനെ സമീപിക്കണം. ലോവർ ടേസ്റ്റിൽ ആകൃഷ്ടരാകാതെ ഹയർ ടേസ്റ്റിൽ നമ്മൾ ആകൃഷ്ടരാകണം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അസൂയാലുക്കളാകാതെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളെ അതേപടി അനുസരിക്കുക, ചോദ്യം ചെയ്യാതെ. ആർക്കൊക്കെ തയ്യാറാണ്? തയ്യാറായവർക്ക് തീർച്ചയായിട്ടും ഈ നിഴലിനെ ഓവർകം ചെയ്ത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും കരകയറാനായിട്ട് സാധിക്കും. അത് ഈ ത്രിഗുണങ്ങളുടെ ചാഞ്ചാട്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ അവിടെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു കരകയറ്റമില്ല. പക്ഷെ ത്രിഗുണങ്ങൾ അങ്ങനെ അവിടെ നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്തോട്ടെ. നിഴലിങ്ങനെ ഉണ്ട്, നമ്മൾ നടക്കുന്നിടത്തെല്ലാം നിഴലുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും പ്രകാശത്തെയാണ് നമ്മൾ എന്ത് ചെയ്തതിന് സറണ്ടർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രകാശത്തിന്റെ പാതയിലാണ് പോകുന്നത്, നിഴലിന്റെ പാതയല്ല. നമ്മൾ എന്താണ് ടോർച്ച് അടിച്ചു തരാൻ ഒരു ഗുരുനാഥനും ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ നേരെ ആ വെളിച്ചത്തിന്റെ വഴി അങ്ങ് പോവുക. എന്ത് ഇരുട്ടിന്റെ വഴിയിൽ എന്തിനാ പോകുന്നത്? തപ്പിത്തടയുന്നത്. അപ്പൊ ആ വെളിച്ചത്തിന്റെ വഴി അങ്ങോട്ട് പോവുക. അപ്പൊ നിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ദ്രിയ നിഗ്രഹണ ആകാം, പക്ഷെ നമ്മൾ പ്രകൃതി ഗുണങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് ആ ഒരു നിഗ്രഹം നമുക്ക് നടക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാവാർത്ഥം നമ്മൾ വായിച്ചായിരുന്നല്ലോ, അല്ലേ? അതായത് എന്താണ് ചെയ്യുന്നത്? സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് ഇതിൻ്റെ ഈ ശ്ലോകത്തിലെ പോയിന്റ്. സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട്. മാതാജി ഏത് സ്ഥിതിയാണ്? ഞാൻ അഭിയ മാതാജി ഏതവസ്ഥയാണ് സ്വന്തം സ്ഥിതി? ഞാൻ പകുതി സത്വഗുണത്തിലാണ് ഗൃഹസ്ഥ അല്ലേ? അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ട് മാതാജി എന്ത് ചെയ്യണം? ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാവബോധം നേടാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഉത്തമമായ പരിശീലനം. അപ്പോൾ ഈ മായാവലയത്തിൽ നിന്ന് മോചിതരാം. അപ്പം നിഴലിൽ നമ്മൾ ഒരിക്കലും ആശ്രയിക്കില്ല, പ്രകാശത്തിന്റെ വഴി തന്നെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. അടുത്തത് 34 നമുക്ക് ഷിബി മാതാജി ആ ശ്ലോകം 3 പ്രാവശ്യം വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 3 ശ്ലോകം 30. ഹരേ കൃഷ്ണ. ഇന്ദ്രിയസ്യേന്ദ്രിയ സ്വാർത്ഥേ രാഗേ ദൗഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേതൗ ഹൃസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേതൗ ഹസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ പദാനുപത തർജ്ജമ നമുക്ക് ശാന്തകുമാരി മാതാജി റെഡിയാണ്? അപ്പൊ ശ്ലോകം കിട്ടിയോ മാതാജിക്ക്? കിട്ടി പ്രഭു, വായിക്കട്ടെ? അതിന്റെ പദാനുപത തർജ്ജമ വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ദ്രിയത്തിന് ഇന്ദ്രിയസ്യാർത്ഥേ ഇന്ദ്രിയത്തിന്റെ അർത്ഥത്തിൽ അല്ലെങ്കിൽ വിഷയത്തിൽ രാഗദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. തയോ അവയുടെ അല്ലെങ്കിൽ രാഗദേശങ്ങളുടെ വശത്തെ അല്ലെങ്കിൽ അധീന തൈ ന ആഗച്ഛേത് പ്രാപിക്കരുത്. ഈ എന്തുകൊണ്ടെന്നാൽ തൗ അവ രണ്ടും അസ്യ ഇവന്റെ പരിപത്തിനൗ മാർഗതടസ്സങ്ങളാണ്. വായിക്കട്ടെ പ്രഭു? വിവർത്തനം കൂടെ വായിച്ചോളൂ. ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട്.
ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങ് തടികളാണ് അവർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇനി കൃഷ്ണകുമാരി മാതാജിയാണ് വായിക്കാനുള്ളത്. മാതാജി ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തിലുള്ളവർക്ക് ഭൗതിക ഭോഗങ്ങളിൽ സ്വതേ ആസക്തി കുറയും. മറ്റുള്ളവർ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ നിബന്ധനകൾ അനുസരിക്കണം. അനിയന്ത്രിതമായ വിഷയസുഖഭോഗം ഒരാളെ ഭൗതികമായ ബന്ധനത്തിൽ അകപ്പെടുത്തുന്നു. എന്നാൽ വൈദിക നിബന്ധനകൾ അനുസരിക്കുന്നവരെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് കീഴ്പ്പെടുത്താനാവില്ല. ഉദാഹരണത്തിന് ബദ്ധനായ ആത്മാവിന് ആവശ്യമായ ഒന്നാണ് ലൈംഗിക ബന്ധം. അത് വിവാഹ ബന്ധത്തിൽ അനുവദനീയമാകുന്നു. ധർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരാൾ ഭാര്യയെ ഒഴികെ മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. മറ്റു സ്ത്രീകളെ സ്വന്തം അമ്മയെ പോലെ കരുതണം. ഈ നിബന്ധനകളെല്ലാം ഉണ്ടായിട്ടും ഒരാൾക്ക് പരസ്ത്രീ സംസർഗത്തിൽ ആഗ്രഹം തോന്നാം. ഈ പ്രവണത ഇല്ലാതാക്കിയേ തീരൂ. അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായി തീരും. ഭൗതിക ശരീരം നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ്. പക്ഷെ ചില നിബന്ധനകൾക്ക് വിധേയമായി വേണമെന്ന് മാത്രം. എന്നിരുന്നാൽ ഇത്തരം നിബന്ധനകൾ നമുക്ക് അനുവദിക്കുന്ന സൗജന്യത്തിൽ ആശ്രയിക്കാൻ പാടില്ല. അനാസക്തിയോടെ വേണം ഈ നിബന്ധന അനുസരിക്കാൻ. എന്തെന്നാൽ നിയമാനുസൃതമായ ഇന്ദ്രിയ സുഖഭോഗങ്ങളും ഒരാളെ വഴിതെറ്റിച്ചു എന്ന് വരാം. ഉദാഹരണത്തിന് രാജവീഥികളിൽ പോലും വാഹനാപകടം സംഭവിക്കാനിടയുണ്ടല്ലോ. എത്ര ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചു പോലും രാജവീതിയിൽ വെച്ചും അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയാനാവില്ല. എത്രയോ കാലമായി ഭൗതിക സമ്പർക്കം മൂലം നിലനിന്നു പോരുന്നതാണ് ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആസക്തി. അതുകൊണ്ട് ഇന്ദ്രിയ സുഖത്തിന് നിയന്ത്രണം വരുത്തിയാലും പതനത്തിന് സാധ്യതകളേറെയുണ്ട്. നിയന്ത്രിച്ചുകൊണ്ടുള്ള ഇന്ദ്രിയ സുഖമാണെങ്കിൽ എല്ലാ വിധത്തിലും ഒഴിവാക്കേണ്ടത് തന്നെ. കൃഷ്ണാവബോധത്തോടുള്ള ആസക്തി അഥവാ പ്രേമപൂർവമായ ഭഗവത് സേവനം ഒരാളെ ഏതുവിധമുള്ള വൈശ്വിക പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും കൃഷ്ണാവബോധത്തിൽ നിന്ന് അകലാൻ ആരും തുനിയരുത്. കൃഷ്ണാവബോധത്തിന്റെ ഉന്നത തലം പൂകലാണ് എല്ലാത്തരം വിശേഷ വിരക്തിയുടെയും ഉദ്ദേശം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മളിവിടെ കണ്ടത് ഇവിടെ ഇന്ദ്രിയ സംബന്ധങ്ങളായ വിഷയങ്ങളോടുള്ള ആസക്തി. എന്താണ് വിഷയങ്ങൾ? എന്താണ് നമുക്കിങ്ങനെ വിഷയങ്ങൾ ഇങ്ങനെ വന്നും കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളാണല്ലേ. നമ്മൾ ആ വിഷയത്തിലൊക്കെ ഇപ്പൊ കണ്ടില്ല, എനിക്കൊരു വിഷയം ഉണ്ടായി. ആ വിഷയത്തിലൊക്കെ നമ്മൾ എന്താണ് നമ്മൾ അങ്ങ് ആണ്ട് പോകുന്നു. നമ്മൾ അതിൽ നിന്ന് നമ്മൾ എത്രയൊക്കെ തത്വം പറഞ്ഞു കഴിഞ്ഞാലും ആ വിഷയങ്ങളിൽ വരുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ അങ്ങ് ആണ്ടുപോവാണ്. ആ വിഷയം നമ്മളുടെ പുറത്ത് നിർത്തിയിട്ട് നമ്മൾ വിഷയത്തിന് ഉപരിയായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ വിഷയവും നമ്മൾ ഒന്നാണെന്ന് വിചാരിച്ച് നമ്മൾ അതിൽ ജീവിക്കുന്നു. വിഷയം നമ്മളുടെ പുറത്തുള്ളതാണെന്ന് അതിനെ മാറ്റി നിർത്തി കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ ഈ വിഷയങ്ങളിൽ അടിമയായി പോകുന്നു. അപ്പം അങ്ങനെ ചിലപ്പോൾ ആസക്തി ഉണ്ടാകുന്നു, അമിതമായ ആസക്തി നമുക്ക് ചിലർക്കൊക്കെ ഉണ്ടാകും. നമ്മളുടെ മക്കളോട് അമിതമായ ആസക്തി, മക്കളോടുള്ള സ്നേഹം, ചിലർക്ക് അച്ഛനോട് അമ്മയോട്, ചിലർക്ക് ഭാര്യയോട്, ചിലർക്ക് കമിതാക്കളോട്, അങ്ങനെ ചിലർക്ക് ധനത്തോട്, ഇങ്ങനെ പലതരത്തിലുള്ള ആസക്തികളാണ് ഉണ്ടാകുന്നത് അല്ലേ. ആസക്തി നമുക്ക് ഉണ്ടാവാം, അറ്റാച്ച്മെൻറ്റും നമുക്ക് ഉണ്ടാവാം, എല്ലാം നമുക്ക് ഉണ്ടാകും. നമ്മൾ ഭൗതിക ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ തോത് ഒരു ലെവലിൽ ഒരിക്കലും കൂടാൻ പാടില്ല. ഏതെങ്കിലും ഒരു അളവിൽ ഒരല്പം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റു പല കാര്യങ്ങളും ചെയ്യും. കാമം കൂടിക്കഴിഞ്ഞാൽ എന്താണ്? കാമഭംഗം ഉണ്ടാകും അല്ലേ, അല്ലെങ്കിൽ മോഹഭംഗം. മോഹഭംഗം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്കൊരു സാധനത്തിനെ കിട്ടും. എന്താണത്? ക്രോധം. വളരെ ഫ്രീ ആയിട്ട് ഒന്നെടുത്താൽ രണ്ട് കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇത് കുറച്ച് കൂടുതൽ നമുക്ക് കിട്ടും. ക്രോധം അല്ലേ. ഈ ക്രോധത്തിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവും? ബുദ്ധിനാശം. സർവനാശം, ബുദ്ധിനാശവും സർവനാശവും സംഭവിക്കും അല്ലേ. ഇച്ഛാഭംഗം വരുമ്പോൾ തന്നെ എന്താണ്? ഈ ക്രോധം വന്നു കഴിയുന്നു. ക്രോധത്തിന്റെ ഫലമായിട്ട് ഇത് സർവനാശത്തിൽ കലാശിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്ന ചില തത്വങ്ങളുണ്ട്. ഈ ആസക്തിയും വിരക്തിയും അല്ലെ, നമ്മൾ ഈ വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
വെടിയുക, പല സാധനങ്ങളെ നമ്മൾ വെടിയേണ്ടതായിട്ടുണ്ട് അല്ലേ? ഇത് ഇവിടെ വെച്ചിട്ട് ഇത് നിർത്തുക. നമ്മൾ കുറെ നാൾ മദ്യപിച്ച ഒരു വ്യക്തി, ഞാൻ കുറെ നാൾ മദ്യപിച്ചൊക്കെ നടന്നു, ഇനി ഇത്രയൊക്കെ ആയി, മക്കളൊക്കെ വലുതായി, ഞാൻ ഇനി എന്താണ് കുറച്ചെങ്കിലും ഒക്കെ ആധ്യാത്മികത പാലിക്കണം. നോ നോ പറഞ്ഞ് പെർമനന്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പഠിച്ച് നമ്മള് ഇനി ഞാൻ ഇതിലില്ല, ഇത്രയും നാൾ ഞാൻ ചിലരങ്ങനല്ലല്ലോ ബ്രോ, ചിലരങ്ങനല്ലല്ലോ. മക്കളൊക്കെ വലുതായി എല്ലാം നിലയിൽ, ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് ഇത് തന്നെ അയക്കാം, അങ്ങനെ പലരുണ്ട്. അങ്ങനെ ചിലര് കൂപ്പ് കുത്തുന്നവരുണ്ട്, ചിലര് നന്നാവുന്നവരുണ്ട്. ഓക്കെ, ഞാൻ അവരെ എല്ലാം ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, അവരെല്ലാം അവരുടെ വഴിയായി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ, കുറച്ച് ആധ്യാത്മികതയാ. അതുകൊണ്ട് അങ്ങനെ മദ്യപിച്ച് വിചാരിച്ചാൽ ഇവിടെ വന്നിരുന്ന് വീട്ടിലൊരു കാവൽപ്പെട്ടിയെ പോലെ ഇരുന്നിട്ട് എന്താ കാര്യം? ഞാൻ കുറച്ച് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ആധ്യാത്മികതയായേക്കാം. അല്ലെങ്കിൽ കുറച്ച് പുണ്യസ്ഥലങ്ങളൊക്കെ പോയി, വയസ്സും പ്രായമായില്ലേ, ഭാര്യയും ഭർത്താവും കൂടെ കൂടിയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ചില വ്രതങ്ങളൊക്കെ, അതുവരെ വ്രതം എന്നാന്ന് പോലും അറിയത്തില്ല, ഇനി ചില വ്രതങ്ങളൊക്കെ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് വന്നുകൂടെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആസക്തി വിരക്തികളുടെ അധീനത വലയിലാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങുതടികളാണിത്. നമ്മൾ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഈ ശരീരമല്ല ആത്മാവാണ്, നമ്മൾ ഭഗവാന്റെ ശാശ്വത അംശമാണ് എന്നുള്ള ഈ കാര്യം അറിയണമെങ്കിൽ ഉള്ള വിലങ്ങ് തടികളാണ് ഈ ആസക്തിയും വിരക്തിയും. ഈ ആസക്തി അങ്ങനെ കൂടി 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 നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ വിരക്തി ഉണ്ടാകും. വിരക്തി നല്ല രീതിയിലുള്ള വിരക്തിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത രീതിയിലുള്ള വിരക്തിയാണെങ്കിൽ അത് ആസക്തിയേക്കാൾ മോശമായിട്ടുള്ള വിരക്തിയായി മാറും. ചിലര് ഒന്നിനോടൊരു താല്പര്യമില്ല, എല്ലാം വെടിഞ്ഞ് അവരെ തന്നെ നിഗ്രഹിച്ച് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. വിരക്തി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വിരക്തി. അവർക്ക് എന്താണ്, വീടിനും വീട്ടുകാർക്കും അവർക്ക് തന്നെ അവരെ കൊണ്ട് പ്രയോജനമില്ല. ആസക്തിയുള്ളവർ അവരുടെ ഇന്ദ്രിയ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്ത് ചിലപ്പോൾ അവർക്ക് ഒരു പക്ഷേ ധനത്തിൽ ആസക്തിയാണ്, ധനം സമ്പാദിക്കും, അത് കൂട്ടും, എല്ലാം കൂട്ടും. വിരക്തിയുള്ളവർ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, എല്ലാത്തിനെയും സ്വയമേ പിടിച്ച് അവനവന്റെ വിധിയെ പഴിച്ച് എന്ത് ചെയ്യും, എപ്പോഴും മൗഢ്യമായിട്ട് എല്ലാത്തിൽ നിന്ന് വിരക്തി. ഒരു കല്യാണങ്ങൾക്കും പോകില്ല, ഒരു ക്ഷേത്രങ്ങളിലും പോകില്ല, ഒരു നാമവും ജപിക്കില്ല, വിളക്കും കത്തിക്കില്ല, അതുപോലെ തന്നെ ഒരു സന്തോഷത്തിലും പങ്കെടുക്കില്ല, നല്ല ഡ്രസ്സുകളൊന്നും ഇടത്തില്ല എന്ന് പറഞ്ഞ് ചിലർ ഹസ്ബൻഡുമാർ മരിച്ചു കഴിയുമ്പോഴത്തേന് ഇങ്ങനെയുള്ളൊരു ചെയ്യുന്ന സ്ത്രീകളുണ്ടല്ലേ? നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരെ പരിചയമുണ്ടോ? ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ടുള്ള ചില സ്ത്രീകൾ ഉണ്ട്. വീടിന് പുറത്തു പോലും ഇറങ്ങാത്തവരുണ്ട്. വീടിന് പുറത്തു പോലും ഒരു നല്ല ഫംഗ്ഷനിൽ ഇറങ്ങണം, കുറച്ചുപേര് ചിരിക്കുകയാണ്, തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ നിന്ന് പോകും. TV വെക്കുവാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റൊക്കെ പോകും. ഇന്ന് നാമം ജപിക്കാനോ, അത് ശരീരമല്ല ആത്മാവല്ല, ശരീരം പോയെന്നല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്തിനാ അതിന് വേണ്ടി വിഷമിക്കുന്നത്? അത് മഹാരാജ് പറഞ്ഞു. മഹാരാജ് ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ട്, അവര് പഠിക്കുന്നില്ല, അതല്ലേ കുഴപ്പം? മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങുതടികളാണ്. കൃഷ്ണ പ്രഭു ഇങ്ങനെ മരിക്കുന്നതുമ്പോ നമ്മള് ഓരോ വീട്ടിൽ പോകുമ്പോ കരയണത് കേട്ടില്ല, അയ്യോ എനിക്ക് ഇനി ആരുമില്ല, എന്നെ കുറിച്ചിട്ട് ഓർത്തിട്ടാണ് അവർക്ക് സ്വയം സങ്കടം. ഇനി എനിക്ക് ആരുമില്ല, എന്റെ എല്ലാവരും പോയി. ആ ഒരു സെൽഫിഷ്നെസ് ആണ് അവിടെയും വരുന്നത് മരിച്ച കുട്ടികൾക്ക്. ആ ഒരു നല്ലൊരു സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിച്ച അവർക്ക് അങ്ങനെ കരയാൻ തോന്നില്ല. ശരീരം മാത്രമേ നശിച്ചിട്ടുള്ളൂ എന്നൊന്നും എപ്പോഴും എനിക്ക് ആരുമില്ല, എന്റെ ആരുമില്ല, എന്റെ എല്ലാവരും പോയി അങ്ങനെ പറഞ്ഞു. പോയില്ലേ നിങ്ങളെന്ന് പറയല്ലേ? അവിടെ സെൽഫിഷ്നെസ് ആണ് വരുന്നത്. എനിക്ക് 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 അപ്പോ അത് നമ്മുടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ക്രിസ്ത്യൻസും മറ്റുള്ളവരൊക്കെ അവർ പ്രാർത്ഥിക്കുക. ആദ്യം ഒന്ന് കരയും, പിന്നെ ഒരു പ്രാർത്ഥനയാണ് മുഴുവനും ഈ ആത്മാവിന് വേണ്ടി. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മളെ രാമായണ പാരായണവും ഒക്കെ ചെയ്യും. രാമായണം വായനയൊക്കെ ഉണ്ട്. കരയോഗത്തിന്റെ വകയായിട്ടൊക്കെ അത് സംഘടിപ്പിച്ചിട്ടൊക്കെ അത് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ശരിക്കും ഹരിനാമമൊക്കെ അവിടെ ഇരുന്ന് കൂട്ടമായിട്ടിരുന്ന് ജപിക്കണം. നിങ്ങൾ എത്ര വിരോധമുള്ളവരുടെ ആണെങ്കിലും, എത്ര എന്താണ് പറയുന്നത്, നമ്മൾ കേറത്തില്ല, നമ്മളോട് അവരെ ഇറക്കി വിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥന ജപിക്കാൻ പോകുന്ന ആൾക്കാരുടെ കൂടെ പോയിരുന്ന് അവിടെ ഇരുന്ന് ജപിക്കണം. കാര്യം ഒരു സോള് നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചായിരിക്കും, അതിർത്തി തക്കത്തിന് ഒരു നുള്ളു ഭൂമിക്ക് വേണ്ടി നമ്മളെ കോടതി കയറ്റിയായിരിക്കും. അവൻ അങ്ങനെ വേണം, അവനെ ഒരിക്കലും മോക്ഷം കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട്
ഞാൻ അമ്മിമാതിക്ക് ശപിക്കാൻ തോന്നുമോ? പിന്നെ ഇല്ല അയാൾ പിതൃവാണ് ഇല്ല. കേട്ടോ. അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ പിതൃവാണ്. നമ്മളെക്കാൾ ഒരുപാട് സീനിയർ. എത്ര ചെറിയൊരു ഒരു വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു പോയി കഴിഞ്ഞാലും ആ കുട്ടിയുടെ സോള് അല്ല പിതൃവാണ്. അല്ല നമ്മളെക്കാൾ അയാൾ ഇത്രയും മുതിർന്നതാണ്. വഴക്കുണ്ടാക്കി കൊണ്ടുപോകും. അയാൾ വല്ലതും കൊണ്ടുപോയോ? അയാൾ വല്ലതും കൊണ്ടുപോയോ? ഇത്രയും വഴക്കുണ്ടാക്കി വീണ്ടും അയാൾ വല്ലതും കൊണ്ടുപോയോ? അപ്പൊ നമ്മള് ഈ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അവരെ പറ്റി കുറ്റം പറഞ്ഞാൽ യമദൂതന്മാരെല്ലാം ചുറ്റോട് ചുറ്റും നിൽക്കുന്നുണ്ട്. അവരുടെ ജീവൻ കൊണ്ട് 13 ദിവസം ആകുമ്പോഴത്തേനും പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ് ജീവനെ. അതുവരെ പ്രേതാത്മാവായിട്ട് ഈ ബോഡിയുടെ അടുക്കൽ തന്നെ നിൽക്കും. അപ്പൊ ഇവര് എന്താണ് ഈ റിപ്പോർട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന ചിത്രഗുപ്തന്റെ അടുക്കല്. മനസ്സിലായില്ല? അപ്പൊ ഈ പോകുന്ന വഴിക്കുള്ള പണിഷ്മെന്റും അടിയൊക്കെ കൂടും. അതുകൊണ്ടാണ് ഈ ചില ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാരൊക്കെ ചില അവരുടെ പാർട്ടിയുടെ ഗാനങ്ങളൊക്കെ പാടിയിട്ട് ആൾക്കാരെ അടക്കുന്നൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ യമദൂതന്മാർക്ക് കൊടുക്കാനുള്ള പിണ്ടദാനം കൊടുത്തില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ പോകുന്ന വഴി എന്ത് ചെയ്തും അല്ല അടി കിട്ടി വേണം പോകാനായിട്ട്. അടി കിട്ടാനായിട്ട് നിങ്ങളൊക്കെ അവർക്ക് ശരീരം ഇല്ലോ, ശരീരം ഇവിടെ കത്തിച്ചില്ലേ എന്ന് വിചാരിക്കും. അടി കിട്ടുന്ന ആർക്കിട്ടാണ്? നമ്മുടെ ഈ സൂക്ഷ്മ ശരീരത്തിന്. നമ്മുടെ ഈ ശരീരത്തില് നമുക്കറിയാം, ഈ ജീവൻ പോയി കഴിഞ്ഞ ഈ ശരീരത്തിലെ ആത്മാവ് പോയി കഴിഞ്ഞ് എന്തുമാത്രം വെട്ടി എന്ത് കരിച്ചാലോ എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റത്തില്ല. നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഇതാണെന്ന് വിചാരിച്ചല്ലേ. ഈ വേദന എടുക്കുന്ന ഇതിനാണോ? അല്ല അല്ല. നമ്മൾ ഈ ഓപ്പറേഷൻ അല്ല. ചെയ്യുമ്പോൾ കത്തിയെടുത്ത് കത്തി മുറിക്കുമ്പം ശരിക്കും നമ്മളെ മയക്കാതെയാണെങ്കിൽ, നമ്മുടെ ബോധം മറച്ചില്ലെങ്കിലത്തെ അവസ്ഥ എന്താണ്? അതിവേദന വരും. നമ്മൾ വേദന എടുത്ത് എന്ത് ചെയ്യുന്നു? നമ്മളെ കാലിലൊക്കെ കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്, അതൊക്കെ പൊട്ടിച്ച് പറിച്ച് ചാടി ഒടിച്ചു എണീക്കും അല്ലേ. വേദന സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളുടെ പ്രജ്ഞയെ ഇവരെന്താണ് ചെയ്യുന്നത്? അനസ്തീഷ്യ കൊടുത്ത് മയക്കി കിടത്തുന്ന നമ്മുടെ പ്രജ്ഞ അല്ലെങ്കിൽ ബോധം. ആ പ്രജ്ഞ ബോധമാണ് കൂടെ പോകുന്നത്, ആത്മാവിന്റെ കൂടെ. അപ്പൊ ആ ബോധത്തിനിട്ടാണ് ആ ആ ആ അടി ഒരു കിട്ടുന്നത്. അവസ്ഥയിൽ, അതിന്റെ പേരെന്താണ്? മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം, പിന്നെ എന്താണ്? അവബോധം. ഈ അവബോധത്തിനാണ് അടി കിട്ടുന്നത് മുഴുവൻ. നമ്മുടെ യാതനാ ശരീരം എന്ന് പറയും, യാതനകൾ അനുഭവിക്കേണ്ട. ഈ പോകുന്ന വഴി 1 വർഷം, ഇവിടുത്തെ 1 വർഷം ഒറ്റ ദിവസമാണ് അവർക്ക്. ആത്മാവിന്റെ വർഷത്തിന് 1 വർഷം. അടി കിട്ടി. ഗരുഡപുരാണം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ നല്ല അടി കിട്ടി. അപ്പൊ നമ്മൾ തന്നെ ഈ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഐമാൻ എന്ന് പറഞ്ഞ ഇപ്പോഴേ മേല് നോവുന്നു. ഐമാന്റെ വാഹനമാണ് എന്താണ്? ഈ കാക്ക. അപ്പൊ കാക്ക. അതുകൊണ്ട് കാക്കയെ സംതൃപ്തിപ്പെടുത്തിയെങ്കിലും ഈ ഐമാന് ഒരു കുറച്ച് ദയവ് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. അപ്പൊ നമ്മള് മരിച്ചുപോയ ആൾക്കാരുടെ കുറ്റം നമ്മളെ എത്ര ഉപദ്രവിച്ചിട്ടാണെങ്കിലും നമ്മൾ പറയാൻ പാടില്ല. കാര്യം പാടില്ല. ഇനി അയാൾ ഇത്രയും നാൾ ജീവിച്ചിരുന്നപ്പോൾ നമുക്കൊരു പ്രയോജനം ഉണ്ടായില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ രക്ഷപ്പെട്ടിട്ട് നമ്മളെ പോലെ ഇതേ കഷ്ടതയിൽ എന്തിനാ വന്നിനി പിറക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ കൂടുതൽ ശിക്ഷ അവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യം? അയാളൊരു കുറേ നാൾ പിതൃലോകത്തൊരു ശരീരം കിട്ടാൻ കാത്തിരിക്കണ്ടേ? നമ്മളുടെ ആ ഒരു വിരോധം കിടക്കും തോറും അയാൾക്ക് അത്രയും കൂടി ശരീരം കിട്ടാനായിട്ട് താമസമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കും, നമ്മൾ എന്തിനാണ് മരിച്ചുപോയ പിതൃവല്ലേ, നമ്മളുടെ സീനിയറായി മാറിയുള്ളത് അല്ലേ. നമ്മൾ പിന്തുടരുവാണല്ലേ. നമ്മൾ പിന്തുടരുമ്പോൾ നമ്മൾ അവരുടെ ജൂനിയറായിട്ട് പിന്തുടരുവാണ്. നമ്മളെ മുന്നേ പോയ ആൾക്കാരൊക്കെ നമ്മുടെ സീനിയറാണ്, പിതൃവാണ്. എന്തിനാണ് ഒരു പിതൃശാപം ഏറ്റെടുക്കുന്നത്? നമ്മൾ അവരോടെല്ലാം വിരോധം എല്ലാം മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭഗവാന്റെ അടുക്കൽ ഒരു മാലയെങ്കിലും ജപിക്കാൻ പറ്റുമെങ്കിൽ ജപിക്കണം. പിന്നെ ഒരാൾ കുറ്റം വരാൻ പറയുവാണെങ്കിൽ അങ്ങനെയൊന്നും കുറ്റമൊന്നും പറയണ്ട. അത് അദ്ദേഹത്തിന്റെ ആ കർമ്മഫലമാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എനിക്കൊരു വിരോധമില്ല, എനിക്ക് യാതൊരു വിരോധമില്ല. ആ ഒരു രീതി വേണം. വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ കൊണ്ട് പറയും, അവൻ അങ്ങനെയല്ല, വേണ്ട, നരകിച്ച് ചാകണം. ഇതായിരിക്കും നമ്മൾ ഓരോരുത്തരും പറയും നമ്മളുടെ ഓരോരുത്തർ. അവൻ അങ്ങനെയൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇതിലപ്പുറം വരാനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അവൻ ഇങ്ങനെ ഒരു അന്ത്യം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവരും ശപിക്കുന്നവരും ഉണ്ടല്ലേ. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാനായിട്ട് പാടില്ല. കാര്യം എന്താണ്? അത് നമ്മളുടെ ഒരു പിതൃവായി കഴിഞ്ഞു. അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന ഓരോന്നും അദ്ദേഹത്തിന്റെ ഈ ജീവൻ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് പീഡനങ്ങളായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. കാര്യം നമ്മളെ പറ്റിയും മറ്റുള്ളവർ നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളും ഇതേ രീതിയിൽ പറഞ്ഞേ മതിയാവുള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ ബന്ധുക്കളും മക്കളും സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ പിന്താങ്ങിയാൽ എവിടുന്നോ അദൃശ്യകാര്യങ്ങൾ ആരൊക്കെയോ നമ്മളെ തേടി നമ്മളെപ്പറ്റി നല്ലത് പറയാനായിട്ട് കാണും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. കാര്യം നമ്മൾ വിശ്വസിക്കുന്ന ആള് ഭഗവാനെയാണല്ലേ, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ആള് ഭഗവാനെയാണ്. ഈ സമൂഹം മുഴുവൻ നമുക്ക് എതിർത്താലും, ഈ നമ്മളുടെ കുടുംബം മുഴുവൻ നമ്മളെ എതിർത്ത് കഴിഞ്ഞാലും,
നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് അദ്ദേഹം എന്തായാലും അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് അദ്ദേഹം തന്നെ ചെയ്തു തരും. അതിനുള്ള ആൾക്കാരെ അദ്ദേഹം തന്നെ തേടി കണ്ടെത്തി തരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അപ്പം അത് എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങുതടികളാണ് അവയൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിലങ്ങുതടികൾ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. അതിങ്ങനെ ഉണ്ട്, വിലങ്ങുതടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ സാധനയിൽ കൂടെ അതാണ് കർമ്മയോഗമാണിതല്ലേ. കർമ്മം ചെയ്ത് 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 ഇതിനെല്ലാം നമ്മളത് പതുക്കെ 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 ഭക്തി ഭഗവാൻ തരും. കർമ്മം ചെയ്ത് 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 ഭക്തി തന്നു കഴിഞ്ഞ് ഭഗവാൻ അതിന് വേണ്ട ജ്ഞാനവും തരും. അപ്പൊ ഇത് മൂന്നൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവത്ഗീത 18 ചാപ്റ്റർ തീർന്നു. ഞാനിപ്പോൾ ഇവിടുത്തെ ഭഗവത്ഗീത 17ാമത്തെ എത്തി. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെയൊക്കെ റെപ്പിറ്റേഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ശ്രദ്ധാവിഭാഗങ്ങളാണ് 17ാമത്തെ അധ്യായം. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കൂടുതൽ വിശ്വാസം വരുത്തണം, എന്തിലൊക്കെ ദൃഢത വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ ആ ചാപ്റ്ററിൽ. അപ്പം ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ് ഇതൊക്കെ. ഒരു ചെറിയ ജ്ഞാനമുള്ളൂ. കർമ്മകാണ്ഡയാണ് 6ാമത്തെ ചാപ്റ്റർ വരെ. അത് കഴിഞ്ഞിട്ട് ഭക്തിയാണ് 6 ചാപ്റ്ററിൽ. അത് കഴിഞ്ഞിട്ട് ജ്ഞാനമാണ്. ആ ജ്ഞാനം ഇതിൻ്റെ എല്ലാം ഒരു PhD പോലത്തെ സംഭവമാണ് അവിടെ വരുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ കർമ്മം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അതിന് ഏറ്റവും പറ്റിയ ഒരു സെയിലിൻ്റെ മാസമാണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത്. എന്താണ്? കാർത്തിക മാസം. ഈ കാർത്തിക മാസങ്ങളുടെ രാജ്ഞി അല്ലെങ്കിൽ രാജാവ് എന്ന രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ 12 മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസം. ഭഗവാന്റെ ഒരുപാട് ലീലകൾ അരങ്ങേറിയ മാസം. ഭഗവാന്റെ ഒരുപാട് അനന്തകോടി ലീലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീലകൾ ഏതൊക്കെയാണെന്ന് അറിയാവുന്നവരെന്ന് പറ. ഗതിദേവി മാതാജി. ഉലൂക ബന്ധന ലീല അല്ലെങ്കിൽ ദാമോദര ലീല. പിന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലീല. ഞാൻ കഴിഞ്ഞ ദിവസം ഭാഗവതത്തിൽ പറഞ്ഞപ്പോൾ ഇവിടെ പലരും ഉണ്ടായിരുന്നല്ലോ. രാസലീല പ്രഭു, രാസലീല. പിന്നെ തുളസി സാളിഗ്രാമ വിവാഹ മഹാമഹോത്സവം, ഭീഷ്മ പഞ്ചകം, അങ്ങനെ ദീപാവലി. ദാമോദരലീല നടന്നത് ദീപാവലിയുടെ അന്നാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് കാണുന്നത്. ഇനിയുണ്ട് ഒരുപാട്, ഏകദേശം ഒരു 10-21 ലീലകൾ നമുക്ക് കാണും. ലീലകളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളും അല്ലെങ്കിൽ അവതാരങ്ങളുമായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ലിസ്റ്റ് എൻ്റെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഓർമ്മയില്ല. അത്രയും ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം അതിൻ്റെ പോസ്റ്റ് വരാറുള്ള ഇപ്രാവശ്യം ഞാൻ കണ്ടില്ല, സമയക്കുറവുണ്ട്. അപ്പോൾ ആ ലീലകളൊക്കെ നടന്ന ഒരു ദിവ്യ സമയമാണ്. ഇവിടെ ഈ ഒരു മാസത്തിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഭഗവാൻ അത് ഒരു 1000 ടൈംസ് ആയിട്ടാണ് ഭഗവാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് തൊടുക്കുമ്പോൾ 1, കൊള്ളുമ്പോൾ 10 എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? അത് ആരുടെ അസ്ത്രമാണ്? അർജുനന്റെ. സുശീല പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആർക്കറിയാന്ന്? അർജുനന്റെ പിന്നെ മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മലർ കൊണ്ട് ശരം തൊടുത്തു മാറില്ല. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000. അപ്പം പ്രഭു ഒന്നുകൂടെ പറഞ്ഞേ പ്രഭു, നമ്മുടെ ഈ ദാമോദര മാസത്തിലെ ലീലകളോ? ദീപാവലി.
ദീപാവലി തുളസി സാളിഗ്രാമം വിവാഹം വിവാഹം ഗോ- ഗോവർദ്ധന ലീല, ഭീഷ്മ പഞ്ചകം ദാമോദര ലീല, ഗോവർദ്ധന ലീല ദാമോദര ഭീഷ്മ ലീല, പഞ്ചകം ദാമോദര ലീല ദാമോദര ലീല, രാസലീല, രാസലീല, ഗോപി വസ്ത്രാപഹരണ ലീല, മക്കഞ്ചോർ ലീല, ബ്രഹ്മവിമോഹൻ ലീല ഈ സമയത്താണോന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. ഞാൻ നീ നോക്കിയിട്ട് പറയാതെ എവിടെയെങ്കിലും കാണുമ്പോൾ. പിന്നെ എന്താണ് നമ്മൾ ദീപാവലി എന്ന് പറഞ്ഞ വിശേഷ ദിവസങ്ങളിൽ മറ്റു പല സംഭവങ്ങളുണ്ട്. ശ്രീരാമചന്ദ്രൻ അതുപോലെ തന്നെ വനവാസം കഴിഞ്ഞ് വന്നപ്പോൾ അയോധ്യാവാസികൾ സ്വീകരിക്കുന്ന ആ ഒരു സമയം ദീപാവലി. അപ്പൊ ദീപങ്ങളുടെ ഉത്സവമാണ് ഈ കാർത്തിക മാസം അല്ലേ? ദീപോത്സവം എന്നാണ് പറയുന്നത്. ഇപ്പൊ കാർത്തിക മാസത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഓഫറിന്റെ മാസമാണ് അല്ലേ? നമ്മൾ ഒരു ഗോദാനം ചെയ്യുകയാണെങ്കിൽ അത് 1000 ഗോക്കളൻ ചെയ്തതുപോലെ, അതുപോലെ തന്നെ ഒരു ഗോപൂജ, തുളസി ദാനം ചെയ്യുക, തുളസി പൂജ, തുളസിക്ക് വെള്ളം ഒഴിക്കുക, ഇങ്ങനെ തുളസി ആരതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് എന്താണ് ഭയങ്കര വലിയ കാര്യമാണ്. പുതിയതായിട്ട് ആൾക്കാരെ വരിക, കൊണ്ടുവരിക, ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഈ 1000 1/10,000 എന്നുള്ള രീതിയിൽ, അല്ലെ 1/1000 എന്നുള്ള രീതിയിൽ നമ്മളിൽ നിന്ന് നന്മയെല്ലാം പോവുകയും ചെയ്യും. നമ്മൾ ഈ സമയത്ത് മോശം കാര്യം ചിന്തിക്കുക, മോശം കാര്യം എന്താണ് ചെയ്യുക, പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സെയില്, നല്ല കാര്യത്തിൽ സെയിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. ഇൻറ്റു മൈനസ് 1000 മാർക്ക്, ഇൻറ്റു മൈനസ് 1000 ആയിട്ട് മാർക്ക്. പോവും. ഇവിടെ ഡിവൈഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും മോശം കാര്യങ്ങൾ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മോശം കാര്യങ്ങൾ, മോശം ചിന്തകളൊക്കെ നമ്മൾ വിചാരിക്കുകയും ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ, ഇതറിയാൻ വയ്യാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ നോൺ വെജ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? എത്രയോ പേരുണ്ട്, അവരൊന്നും ചിന്തിക്കുന്നില്ല അവരെത്ര വലിയ മഹാപാപ ചെയ്യുന്നല്ലേ. 2 ഏകാദശി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ രണ്ടാമത്തെ ഏകാദശി തൊട്ട് ഭീഷ്മപഞ്ചകാണ്. എനിക്ക് കാര്യം ആ രണ്ടാമത്തെ ഏകാദശിയുടെ അന്ന് ഒരു കല്യാണം നാട്ടിൽ എൻ്റെ പെങ്ങടെ മോൻ്റെ, ഞാൻ എടുത്തു വളർത്തിക്കൊണ്ട് കൊണ്ടുവന്നൊരു പയ്യൻ്റെ ആണ്. പക്ഷെ എനിക്ക് ലീവൊക്കെ റിജക്റ്റ് ചെയ്തിരിക്കുക. ഇനിയിപ്പം 10 ദിവസമാണ് പൊക്കോളം, 10 അല്ല 7 ദിവസമാണ്. ഇന്നലെ വിളിച്ചു പറഞ്ഞു. ഒരേ ഒരു അമ്മാവനേ ഉള്ളൂ, എങ്ങനെ കൂടാതിരിക്കുക. അവരതുപോലെ വിളിച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട്. ഞാനൊരു പ്രതിസന്ധിയിലാണ്, പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ഭഗവാന്റെ കൃപയുണ്ട്. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭീഷ്മപഞ്ചമാണ്. എനിക്ക് 5 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാനും പറ്റില്ല. അപ്പം അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പോണം ഭക്ഷണം കഴിക്കണ്ട, എന്നാലും പോണം സംബന്ധിക്കാമല്ലോ. കല്യാണത്തിന് കൂടിയിട്ട് അതൊരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് അതിലപ്പുറം അത് ഇതുമാണ്. അപ്പൊ പറഞ്ഞാൽ മതി, അതുകൊണ്ട് ഞാനൊരു ദ്വന്ദ്വത്തിലാണ് ഇങ്ങനെ, ദ്വന്ദ്വത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കാര്യം എന്താണ്, തീരുമാനം എടുക്കാൻ അശക്തനാണ്. ഭീഷ്മപഞ്ചാരം ഒന്നും കഴിക്കാൻ വയ്യ പ്രഭു, ഉം. ഒന്നും പറ്റത്തില്ലേ? ഒന്നും വെള്ളം കുടിക്കാൻ പറ്റുമോ? ഈ കാച്ചിലും ചേമ്പും ചേനയൊക്കെ പറ്റും. അത് എത്ര 5 ദിവസം അടുപ്പിച്ച് അരി കഴിഞ്ഞിട്ട് അത് ആഹാരം വീട്ടിൽ ആരെങ്കിലും ഉണ്ടാക്കി അരി തരണ്ടേ? ആഹാരം പറ്റും, അരി ആഹാരം പറ്റൂലല്ലേ? അരിയോ ഗോതമ്പോ റവയോ ഒന്നും പറ്റത്തില്ല. ധാന്യങ്ങൾ, ഏത്തപ്പഴമൊക്കെ പറ്റും, ധാന്യങ്ങൾ, പഴമൊക്കെ പറ്റും. ധാന്യ തൈരൊന്നും പറ്റത്തില്ല. ഏത്തപ്പഴമൊക്കെ ഈ മറ്റേ മുളക് പറ്റത്തില്ല. ഈ ചുവന്ന മുളക് ഇട്ടിട്ടുള്ള ഒരു സംഭവം പറ്റില്ല. രജോ ഒന്നും ഗുണമാണ് വേണ്ട, ചുവന്ന മുളക്, ഏത്തപ്പഴം. രജോ ഗുണം. ആ ആ ഏത്തപ്പഴം ചിലര് കഴിക്കണം. പച്ചമുളക് കൂട്ടുന്നവരുണ്ട്. അത്രയ്ക്ക് നിർബന്ധമായാലും നമ്മൾ ചിലപ്പം എനിക്ക് ഈ ചേമ്പും മറ്റേ ഇതുകൂടെ കൂടി കഴിച്ചാൽ ഗ്യാസും ഉറക്കവും വരും. ഭയങ്കര ഗ്യാസ് ആയിരിക്കും, ഗ്യാസ്, നെഞ്ചുവേവലും. അപ്പൊ ഈ ഉം. മറ്റേ മുളക് ഏകാദശിക്ക് തൈര് കാന്താരി കൂട്ടാൻ പാടില്ലേ പ്രഭു? എന്താ? ഏകാദശിക്ക് തൈര് കൂട്ടാൻ പാടില്ലേ? ഞാൻ കൂട്ടാറുണ്ട് മാതാജി, കൂട്ടാൻ. ഈ തൈര് കൂട്ടാറുണ്ട്. ഭീഷ്മപഞ്ചകം വരുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഏകാദശിയേക്കാളും ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആണ് ഈ 5 ദിവസം. സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാൻ അല്ല, അപ്പോഴത്തേക്കും ചോദിച്ചപ്പോ പറഞ്ഞു ഈ മറ്റേ കുരുമുളക് അരച്ചോളാൻ പറഞ്ഞു. കുരുമുളക് അരച്ചോ, പച്ചമുളകും വേണ്ട മറ്റേതും വേണ്ട, കുരുമുളക് വേണേ അരച്ചോളാൻ പറഞ്ഞു. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ഓക്കാനിക്കാൻ വരും, അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ അങ്ങ് ഇറങ്ങത്തില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ 5-6 വർഷമായി എടുക്കുന്നു. പക്ഷെ ഭഗവാൻ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ, ഒരേ ഒരു പ്രശ്നം നമുക്ക് നന്നായിട്ട് ഉറക്കം വരും എന്നുള്ള ഒരേ ഒരു പ്രശ്നം. ക്ഷീണമോ അങ്ങനത്തെ ഒന്നും പ്രശ്നമല്ല, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം പാല് പറ്റത്തില്ല തോന്നല്ലേ? പാല് കുടിക്കാവോ? പാല് പാലുൽപ്പന്നങ്ങള്
ഉപയോഗിക്കാം, പക്ഷെ മിക്കവാറും പേര് ഉപേക്ഷിക്കുകയാണ് പതിവ്. പാലുൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്തുജന്യമല്ലേ, ജന്തുജന്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വർജിക്കണം എന്നാണ്. ഒരു പശുവിൽ നിന്ന് വരുന്നല്ലേ തൈരും ജന്തുജന്യം. കരിക്ക് കുടിക്കാം, തൈര് കരിക്ക് ഉം, ഉം. കരിക്കിൻ്റെ അകത്തെ സാധനമൊക്കെ കഴിക്കാം. ഇവിടെ ചിലരൊക്കെ ഉണ്ട് കരിക്കും വെള്ളം തന്നെ കുടിച്ചുകൊണ്ട് അതിൽ 2 ദിവസം എടുക്കും, ബാക്കിയുള്ള ദിവസം ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി എന്താ പറയുന്നത്, പിന്നെ ഈ ആപ്പിളോ ഇങ്ങനത്തെയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അത് മാത്രം കഴിച്ചുകൊണ്ട് വേറെ കപ്പയോ ചേമ്പോ അതൊന്നും ഉപയോഗിക്കത്തില്ല. അങ്ങനെ ചിലരുണ്ട് 5 ദിവസം എടുക്കുന്നവർ, സമ്മതിച്ചു കൊടുക്കണം. ജയഗോപാൽ പ്രഭുവിന്റെ മാതാജിയൊക്കെ അങ്ങനെയാണ്, 5 ദിവസം. അതുപോലെ കാർത്തിക മാസം മുഴുവൻ അവർ, വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, കാർത്തിക മാസം മുഴുവൻ അവർ ഏകാദശി പോലെ എടുക്കുന്നു. ഈ 5 ദിവസം പർട്ടിക്കുലർലി തൈര് ഒന്നും ഉപയോഗിക്കത്തില്ല, അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഈ കാർത്തിക മാസം നമ്മൾ ലീല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ലീല എന്താണ്? ലീല ഉം. ഭഗവാന്റെ ആ ഭക്തി, ഭക്തജനങ്ങളോടുള്ള ആ ഒരു ഭക്തി വേണ്ടിയിട്ടുള്ള ലീല എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കളി എന്നാണ് അല്ലെ, ഡ്രാമ. കളി, ലീല കളി. ശരിക്കും പറഞ്ഞാൽ കളിയല്ല. ഭഗവാൻ അത് കളിക്കുമ്പോൾ അത് എന്തായി മാറും? അത് നമ്മൾ ലീല ചെയ്തതും ഭഗവാൻ ചെയ്തതായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഭഗവാൻ ചെയ്ത ലീലകൾക്കൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കും. ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ കാരണം കാരണമില്ല, ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലേ? കാര്യം അതെ. ഇപ്പൊ ഒരു ഈ ഒരു ലീല ഉദ്ദേശവും നമ്മൾ പറയാൻ പോകുന്ന ലീലയും ഞാൻ പലതവണ പറഞ്ഞ ആണെങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടെ പറയാം. എത്ര പ്രാവശ്യം പറയുന്നു അത്രയും പ്യൂരിഫിക്കേഷൻ നമുക്ക് ഉള്ളിൽ വരികയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. അപ്പൊ ഈ ലീല നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾക്ക് ആ ഒരൊറ്റ പറഞ്ഞത് കൊണ്ട് അതിൻ്റെ എന്തായി, നമ്മൾക്ക് അതിൻ്റെ ഇത് പോയി. പക്ഷെ ഭഗവാന്റെ ലീല മാസങ്ങളും വർഷങ്ങളും യുഗങ്ങളും പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ആ മാഹാത്മ്യത്തിനൊരു കുറവും ഉണ്ടാകുന്നില്ല. ഭഗവാന്റെ ലീലയിൽ കൂടെ കൂടി ഭഗവാൻ നമ്മളെ ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. ഭഗവാന്റെ ഒരു മെസ്സേജ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഓരോ ലീലയിൽ കൂടെ ഓരോ മെസ്സേജ് ഉണ്ടായിരിക്കും. ആ മെസ്സേജ് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾ ആ ലീലയിൽ നമ്മൾ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ പാപങ്ങൾ നമ്മൾ പോലും അറിയാതെ ഭഗവാൻ അങ്ങ് വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോകും അല്ലേ? അതാണ് ആ ലീലയുടെ പ്രത്യേക. ലീലാസ്മരണം എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഭഗവാന്റെ ഒരു ലീലയാണ് ദാമോദര ലീല. അപ്പൊ ദാമോദരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദാമം എന്താണ്? കയറ്. ദരം എന്ന് പറഞ്ഞാൽ വയറ്. ദാമം അതെ, കയറ് വരിഞ്ഞു കെട്ടിയിട്ടിട്ടുള്ള ആ ഭഗവാന്റെ രൂപമാണ് നമ്മൾ ദാമോദര ലീലയിൽ കൂടെ കാണുന്നത്. ഈ ദാമോദര ലീല ഭാഗവത്തിലെ 10ാമത്തെ സ്കന്ധത്തിലാണ് ഇത് പറയുന്നത്, ഈ ദാമോദര ലീല. അപ്പൊ നമ്മൾ ദാമോദര അഷ്ടകം നമ്മൾ പലർക്കും അറിയാം, സത്യവ്രത മുനി രചിച്ച ദാമോദര അഷ്ടകം. അപ്പൊ ആ ദാമോദര അഷ്ടകം ഒക്കെ ഈ വ്രജയിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ പോലെ PhD ഒന്നും ഉള്ളവരല്ല. എന്താണ് അവർ? വെറും എന്താണ്? ഗോസേവ, ഗോരക്ഷ, വാണിജ്യം. ഈ പാല് വിൽപ്പനയാണ്. കംസന് കരവും കൊടുക്കണം, ഇതിന് നെയ്യൊക്കെ കൊണ്ട് വിറ്റ് എവിടെയെങ്കിലും കൊണ്ട് കച്ചവടം നടത്തി അവർക്ക് ഇതും കൊടുക്കണം, കപ്പം കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള അവര് ഈ കൃഷ്ണൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ത് ചെയ്യും? എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വെണ്ണം മോഷ്ടിക്കും. വെണ്ണം മോഷ്ടിച്ച് കഴിഞ്ഞ് യശോദമ്മയുടെ അടുക്ക് പരാതിയോട് പരാതിയാണ്. യശോദയെ, നിന്റെ മകൻ വന്ന് ദേ ഇന്നും കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടും. അവന് വന്ന് ചോദിച്ചാൽ പോരെ, ഞങ്ങൾ കൊടുക്കില്ലേ? അവൻ എന്തിനാ ഈ ഉറിയെല്ലാം ഉടച്ചു പൊട്ടിക്കുന്നത്? അവൻ ഇത്രയും കഴിച്ചാൽ പോരെ, അവൻ ഇത്രയല്ലേ ഉള്ളൂ. അവൻ എന്തിനാ ഇത് ഉടച്ചിട്ടിട്ട് പോകുന്നത്? ബാക്കി കുരങ്ങന്മാർക്കും കൊടുത്തു, കൂട്ടുകാർക്കും കൊടുത്തു, ബാക്കി മുഴുവൻ നിലത്ത് വീണ് പോയില്ലേ, ആർക്കും ഉപകാരമില്ലാതെ. എന്തിനാ ഇവനിങ്ങനെ ചെയ്യുന്നത്? യശോദ, നിനക്ക് അവിടെ ഇല്ലേ ഇഷ്ടം പോലെ? യശോദമ്മയ്ക്ക് 10 ലക്ഷത്തോളം പശുക്കളുള്ളതാണ്. എന്നിട്ട് നീ എന്തിനാ മറ്റുള്ള വീടുകളിൽ അവനെ ഇങ്ങനെ വിടുന്നത്? അവന് വല്ലോ എന്താണ്, അവിടെ നന്നായിട്ട് ഭക്ഷണം കൊടുക്ക് എന്നും പറഞ്ഞ് യശോദമ്മയോട് പരാതിയാണ്. യശോദമ്മ സേവകരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പശുക്കൾ 10 ലക്ഷം ഉള്ളതിൽ ഒരു 10,000 പശുക്കളെ നല്ലതായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ 10,000 എണ്ണത്തിന് ഇതാണ് 10,000 പശുക്കൾ. അതിലെ യശോദാമായി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം 1000 എണ്ണത്തിന് നല്ലതെടുക്കുക. സുരഭി പശുക്കളാണ്. ആ പശുക്കളൊന്നും സാധാരണ വ്യക്തികളല്ല, ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാനായിട്ടുള്ള ആചാര്യന്മാരാണ് പശുക്കളായിട്ട് വന്നിരിക്കുന്നത്. ഭയങ്കര വലിയ ആചാര്യന്മാരാണ് പശുക്കളായിട്ട് വന്നിരിക്കുന്നത്, സാധാരണ വ്യക്തികളെ അല്ല. അടുത്തത് ആ 1000-ൽ നിന്ന് ഒരു 100-നെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ആ 100-നെ തിരഞ്ഞെടുത്തു. 100-ൽ നിന്നൊരു 10, 10-ൽ നിന്നൊരു 4.
ഏറ്റവും നല്ല 4 പശുക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കി വെച്ചു. കാര്യം നമ്മളും ശ്രദ്ധിക്കേണ്ട എന്താണ്, ഭഗവാന് കൊടുക്കാൻ നേരം നമ്മളത് ഏറ്റവും നല്ലതിൽ നല്ലതാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പം യശോദാമ്മ ഇത് കാണിച്ചു തരികയാണ്. അല്ലെ, നമ്മൾ മകനായിട്ടും അമ്മ കണ്ടു, പക്ഷെ നമ്മളൊക്കെ ഭഗവാന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് അല്ലേ. ശബരിമല കാണിച്ച പോലെ അല്ലേ, പഴങ്ങളെടുത്ത് അത് കടിച്ചാൽ നോക്കിയിരുന്നു. അവർക്ക് വിവരമില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് കടിച്ചായിരുന്നു. ഭഗവാൻ എപ്പോഴും ഭാവത്തെ ഭക്ഷിച്ചു, ഭാവഗ്രാഹി ജനാർദ്ദൻ ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ അതിൻ്റെ യശോദമായി തന്നെ സേവകരെ ഒന്നും ഏർപ്പെടുത്താതെ തന്നിയെ പാല് പോയി കറന്ന് ഒഴിച്ച് തൈരാക്കി എന്ത് ചെയ്തു, ഞാൻ തന്നെ ഇന്ന് വേലക്കാരികളെ ഒന്നും ആക്കുന്നില്ല, ഞാൻ തന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് വെണ്ണ ഈ നല്ല പശുവിൻ്റെ പാലിൽ നിന്നുള്ള വെണ്ണ കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ കണ്ണൻ ഇങ്ങനെ കക്കാനായിട്ട് പോകുന്നു. അതുകൊണ്ട് അവനെ ഞാൻ ഇന്നുകൊണ്ട് അത് നിർത്തിക്കും എന്ന് പറഞ്ഞ് യശോദാമ്മയെ കലക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ തലേദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു, ദാമോദർ ലീലയുടെ തലേദിവസം. കാര്യം ഈ ഗോപികമാരൊക്കെ നോക്കിയിട്ടും ഈ ഗോപികമാരല്ല ഗോപസ്ത്രീകള് ശകലം വ്യത്യാസമുണ്ട്, പ്രായം ചെന്നവരാണ്. ഇത് ഈ ഭഗവാന്റെ കൂടെ ലീലകൾ ആടാൻ വരുമ്പോഴത്തേന് അവർ പല പ്രായത്തിലുള്ളവരും ഉണ്ട്. ഇത് കുറച്ച് മുതിർന്ന, അതായത് അമ്മയുടെ പ്രായമുള്ള ഗോപസ്ത്രീകൾ. അവർ പറഞ്ഞു, ഇന്ന് യശോദ എപ്പോഴും പറയും തെളിവ് കൊണ്ടുപോകാൻ, നീ തെളിവ് കൊണ്ടുപോടി, നീ തെളിവൊന്നുമില്ലാതെയാണോ എൻ്റെ മോനെ പറ്റി കുറ്റം പറയുന്നത്? അവൻ്റെ പഞ്ചപാവം, ഞാനൊരു മയിൽപ്പീലി എടുത്താൽ തന്നെ അവൻ എന്ത് ചെയ്യും, ഇങ്ങനെ കരഞ്ഞ് പേടിച്ച് വിറച്ച് പോകുന്ന അവനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? എപ്പോൾ ഞാൻ ഭക്ഷണം എടുത്തു കൊടുത്താൽ അവൻ മുഴുവൻ കഴിച്ചു തീർത്തിട്ട് അവൻ ഇവിടെ നിന്ന് പോകുന്നത്. ഇത്രയും ഒരു കുഞ്ഞിന്റെ വയറിൽ ഇത്രയും വലിയ കലത്തിലിരിക്കുന്ന നെയ്യ് എങ്ങനെ കൊള്ളും? അവന് ദഹിക്കുവോ? നിങ്ങൾ ഇങ്ങനെ അപവാദം പറയാതെന്ന് പറഞ്ഞ് യശോദാമ്മ ഇങ്ങനെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ തെളിവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഗോപസ്ത്രീ അവരുടെ വീട്ടിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഉറിയൊക്കെ എന്ത് ചെയ്തു, എല്ലാ സ്ഥലത്തും മണിയൊക്കെ പിടിപ്പിച്ചു. മണിയൊക്കെ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇവർ വന്ന ഒച്ച കേൾക്കുമല്ലോ, ഈ കുട്ടികൾ ഇങ്ങനെ വന്ന് കഥ തുറക്കുമ്പോൾ കഥകെ മുഴം മണി, ഉറിയെ മുഴം മണി എല്ലാം കെട്ടി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ക്യാമറ വെക്കുന്ന പോലെ അവരെന്ത് ചെയ്തു, അന്ന് ക്യാമറ എല്ലാം കാരണം മണി കെട്ടി തൂക്കി പല സ്ഥലത്തും. എന്നിട്ട് പറഞ്ഞു, മണികളെ നിങ്ങൾ ആ കള്ളം വരുന്ന സമയത്ത് കൃത്യമായിട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരിറങ്ങി കഥ അടച്ചിട്ട് പോയി. ഭഗവാൻ എന്ത് ചെയ്തു, കഥ അങ്ങോട്ട് തള്ളി തുറന്നപ്പോഴും എല്ലാ മണികളിലൂടെ കിലിങ്ങി. അപ്പം ഈ കള്ളനെ തൊണ്ടിയോടെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഓടിപ്പോയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. ഇവർ അവിടെ മറഞ്ഞിരുന്നു, വന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അപ്പം അവിടെ കള്ളൻ കയറി എന്നുള്ളത് മനസ്സിലായി. ഇത് വെണ്ണക്കള്ളനാണെന്ന് അവർക്ക് മനസ്സിലായി. അകത്തേക്ക് കയറി എന്തോ ഒരു സാധനം മാറ്റിയിട്ട്, അപ്പോൾ ഇവരെല്ലാം സംവിധാനങ്ങൾ ഇണക്കി വെച്ചിട്ടുണ്ട് കക്കാൻ വേണ്ടിയിട്ടുള്ള. കള്ളനെ തൊണ്ടിയോടെ പിടികൂടണമല്ലോ. അപ്പം സ്റ്റൂളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് വലിഞ്ഞു കയറി അതിൽ ഇങ്ങനെ പിടിച്ചുമ്പോൾ കയറ് ബലമില്ലാത്ത കയറാണ്. അപ്പൊ കയറ് അതേ പിടി എന്ത് ചെയ്തു, കയറോടെ ഉറിയോടുകൂടി ഭഗവാൻ നേരെ താഴേക്ക് വന്നു, പൊട്ടി അതെല്ലാം ചെതറി. ഭഗവാൻ കുറച്ച് വാരി ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ തിന്നാനായിട്ട് ഒരുങ്ങുകയും അവിടെയുള്ള മണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ചു. എന്തുകൊണ്ടാണ് മണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ചത്? ഭഗവാന്റെ ലീല കണ്ടോളാം. സന്തോഷിച്ചു. അല്ലല്ല, അവരോടി വരാൻ വേണ്ടി. ഈ മണികളുടെ ധർമ്മം എന്താണ്? ഭഗവാന് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ മണി അടിച്ചോണ്ടല്ലേ ചെയ്യുന്നത്. ഒരു മണി എന്ന് പറയുന്ന അതൊരു നമ്മളൊരു പരാഭീലിനാണ് ഭഗവാന്റെ സേവയ്ക്ക് നേദ്യം കൊടുക്കുമ്പോ അല്ലേ. ഭഗവാൻ നേദ്യം സേവിക്കുവാണ്. നേദ്യം സേവിക്കും. മണിയുടെ ധർമ്മം എന്താണ്? മണി അടിക്കുക. മനസ്സിലായില്ലേ? അപ്പം ഈ മണികള് അങ്ങ് മണിയടിച്ച് അവരുടെ സ്വധർമ്മം അവർ നിർവഹിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഗോപസ്ത്രീകൾ എല്ലാരും കൂടി ഓടി വന്ന് ഭഗവാനെ കൈയോടെ പിടിച്ചു. അമ്പട കള്ള, നിന്നെ ഇന്ന് കൈയോടെ പിടിച്ചു, നിന്നെ ഇന്ന് യശോദയുടെ കൈക്കൊണ്ട് കൊടുത്ത് നല്ല അടി വാങ്ങിക്കും. അപ്പൊ ഇത് പറഞ്ഞ, അമ്മ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എന്താണ് പറഞ്ഞത്, വെണ്ണയല്ലേ കട്ടുള്ളൂ, വേറൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഈ ഒളിപ്പിച്ചുകൊണ്ട് മേളിൽ കൊണ്ടേ വെച്ചിരിക്കുന്നത്? താഴെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിക്കോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആഹാ, നീ ഇത്രയും ഇത് മറച്ചിട്ട് നീ വീണ്ടും വീരവാദം പറയുവാണോ എന്ന് പറഞ്ഞ് തിരിച്ചു ചോദിച്ചു. ഇവര് പറയുന്നതിന് 10 മറുപടി കണ്ണൻ തിരിച്ചു പറയും. കാര്യം അത്രയും വലിയ വായാടി വേറെ ആരുമില്ല. അപ്പൊ അങ്ങനെ ഇവിടെ വലിച്ചുകൊണ്ട് പോവാണ്. നിനക്കെന്താ ഈ ഭാരം കൂടുന്നത്? അപ്പൊ അടുത്ത് ഇങ്ങോട്ടേക്ക് അടുക്കുന്നു. എനിക്ക് പേടിയാകുന്നു, എന്നോട് ദയവായി ക്ഷമിച്ചാൽ, എനിക്ക് ഭയങ്കര പേടിയാ, സ്വതമായില്ല എന്നെ അടുക്കും കേട്ടോ, അതുകൊണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, എനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞപ്പോ, അമ്പട കള്ള, നിന്റെ അടവോ
എൻ്റെ അടുക്കൽ ചെലവാകില്ല, ഈ അടവൊന്നും എൻ്റെ അടുക്കൽ ചെലവാകില്ല. നിന്നെ കൈയോടെ പിടിച്ചു, ഇന്ന് നിനക്കിട്ട് കിട്ടിപ്പിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ. 2 നിനക്ക് കിട്ടി കഴിയുമ്പോൾ നീ പഠിച്ചോളൂ. നിങ്ങളെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അമ്മയുടെ പ്രായമുള്ളതാണ്. നിങ്ങൾ നാണം കെട്ടുന്ന കാണാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ. നിങ്ങൾ വെറുതെ അവിടെ ചെന്ന് നാണം കെട്ട് പോകും. അതുകൊണ്ട് എന്നെ ഇപ്പം വിടുന്നതാണ് നല്ലത്. നാണം കെടാനോ? ഞാൻ എന്തിനു നാണം കെടണം? നീയല്ലേ വന്ന് അവിടെ മോഷ്ടിച്ചേ. അതിപ്പോ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാ മോഷ്ടിച്ചെന്ന്. നീ എന്തായി പറയുന്നത്? അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നീ ചെല്ലുമ്പോഴത്തേനും യശോദേ ഇവിടെ വരൂ എന്ന് പറഞ്ഞ് അവരുടെ മുറ്റത്തെത്തി. ഇത്രയും പറഞ്ഞു ഇന്നിപ്പോൾ യശോദയുടെ ഗോകുലത്തിൻ്റെ മുറ്റത്തെത്തി. ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. യശോദ അകത്തുനിന്ന് ഓടി വന്നു, പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ്, നീ ഇത്രയും നാളും പറഞ്ഞില്ലേ തെളിവ് തരണം, തെളിവ് തരണം. നീ എന്താ കോടതിയാണോ തെളിവിന്? ഇന്ന് ആ തെളിവ് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് കയ്യോടെ ഇടിച്ച് ആളെ മേടിച്ച് ശ്രമം. നിങ്ങൾ എന്ത് കാര്യമാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്റെ മകനെ ഇന്ന് ഞാൻ കയ്യോടെ പിടികൂടി വെണ്ണ കക്കുന്ന എല്ലാ തെളിവുകളോടും കൂടിയാണ്. ഇത്രയും പേര് സാക്ഷിയാണ്. ഞാനിതേ കൊണ്ടിരിക്കുന്നു, ഇന്നാ ശിക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് നേരെ എടുത്ത് മുന്നിലേക്ക് നിർത്തി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് യശോദ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കൈ അടിച്ച് ചിരിച്ചു. ഹ ഹ ഹാ എന്നും പറഞ്ഞിട്ട് കുറെ ചിരി. നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ആരാണ്? ഈ സ്ത്രീയുടെ മകൻ തന്നെയാണ്. ഈ സ്ത്രീയുടെ മകൻ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ മകൻ വെണ്ണ കട്ടതിന് വേണ്ടിയിട്ട് എൻ്റെ മോനെ കുറ്റം പറഞ്ഞ് പഴി ചാർത്തി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണോ നിങ്ങൾ കൊണ്ടുവന്ന തെളിവ്? അപ്പോഴത്തേക്കും ഇത് നിന്റെ മകൻ തന്നെയാണ്. അവൻ മായാവിയാണ്. ഇത്രയും നേരം ഞാൻ അവനെ പിടിച്ചോണ്ട് വന്നില്ല. അവൻ എവിടെ പോയി? അവൻ മായാവിയാണ്. അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ എങ്ങനെയാണെന്നറിയാം, രൂപ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കാണിക്കും, ഇവർക്ക് വിഭ്രമം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. അതായത് ഇടയ്ക്ക് നോക്കുമ്പോഴത്തേനും യശോദമായി നോക്കുമ്പോഴത്തേനും ആരുടെ മോനാണ്? അവരുടെ മോന്. അതുപോലെ തന്നെ ഇവര് നോക്കുമ്പോൾ അത് കൃഷ്ണൻ തന്നെയാണ്. ഇത് കൃഷ്ണൻ തന്നെയാണ്, ഇത് നിന്റെ മോൻ തന്നെയാണ്. ഞാൻ വിശ്വസിക്കത്തില്ല. എൻ്റെ മോനെ ഞാനിപ്പോൾ കൊണ്ടുവരാമല്ലോ, ഞാൻ അവിടെ അവന് കഴിക്കാൻ വിളമ്പി കൊടുത്തിട്ടാണല്ലോ പോകുന്നത്, ഞാനിപ്പോൾ അവനെ പിടിച്ചോണ്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് യശോദമായി അകത്ത് കണ്ണം കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് അവിടെ. ഇതാണ് എൻ്റെ മകൻ. അടുക്കളയിലിരുന്ന് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്ത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവനെ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ പറയുന്നത് എല്ലാവരും കണ്ടോ? എൻ്റെ മകൻ ഇതാണ് എൻ്റെ മകൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇതെൻ്റെ മകൻ, ഇതോ നിന്റെ മകൻ. അതുകൊണ്ട് ഇനി ഇതുപോലെ പറയാതെ ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? അവർക്ക് എന്ത് ചെയ്തു? ഭഗവാനിലുള്ള എന്താണ് ഈ ദിവസവും ഭഗവാൻ എന്ത് ചെയ്തു? വെണ്ണ വെക്കാൻ വേണ്ടിയിട്ട് അവര് മനഃപൂർവ്വമായിട്ട് കൊണ്ടുവെക്കാൻ തുടങ്ങി ഉറിയിൽ. അതായത് ഓരോ ആൾക്കാരുടെയും ജീവിതത്തിന്, ഓരോ വ്രജവാസികളുടെയും ജീവിതം തന്നെ അവർ ഭഗവാന് വേണ്ടിയിട്ട് വെണ്ണ കടയാനും വെണ്ണ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും വ്രജയില് എന്താണ് ഭഗവാൻ വെണ്ണ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെക്കുന്നവരുണ്ട്. ആരൊക്കെ ഭാവഭക്തിയോട് കൂടി വെക്കുന്നോ അവരുടെ എല്ലാം വെണ്ണ വന്ന് ഭഗവാൻ ഉറിയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകും. എല്ലാ ദിവസവും നിങ്ങൾ വ്രജവാസികളെ കണ്ടു നോക്കൂ. നല്ല ശുദ്ധരായിട്ടുള്ള ആൾക്കാർ, വളരെ ശുദ്ധിയിൽ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ഹൃദയം കടഞ്ഞെടുത്ത് വെക്കുന്ന വെണ്ണ ഇപ്പോഴും വന്ന് ഭഗവാൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് വ്രജയില്. നിങ്ങൾ ശരിക്കും വ്രജവാസികൾ ഹിന്ദിയൊക്കെ സംസാരിക്കാനുണ്ട്, അവിടെ വൃന്ദാവനം പരിക്രമം നടന്ന് ചോദിച്ചു നോക്കിക്കോളൂ. ഇപ്പോഴും അവർ വെണ്ണ വെക്കുന്നുണ്ട്, ഭഗവാൻ മോഷ്ടിക്കുന്നുണ്ട്. അല്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വീട് വൃന്ദാവനമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ നിന്നിട്ട് ഈ പറയുന്ന വെണ്ണ മോഷ്ടിച്ചുകൊണ്ട് പോകും. നമ്മളുടെ ഹൃദയത്തെ ഉരുക്കി വെണ്ണയാക്കി നമ്മൾ അവിടെ വെക്കുക, ഭഗവാൻ മോഷ്ടിക്കാവുന്ന രീതിയിൽ. ഭഗവാൻ അത് കരിങ്കല്ലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭാഗത്തേക്കേ വരത്തില്ല. അതിനെ ഉരുകുന്ന വെണ്ണ മാതിരി വെക്കുക. അങ്ങനെ എന്ത് ചെയ്തു? യശോദമായി തീരുമാനിച്ചു, ഇന്ന് ഞാൻ തന്നെ കൊടുക്കും. അപ്പൊ അങ്ങനെ യശോദമായി ഭഗവാന്റെ ബാലലീലകളൊക്കെ ഓർത്ത് ഇങ്ങനെ ഭഗവാനെ കുളിപ്പിച്ചതൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കടയുവാണ് അല്ലേ. ആ ഒരു ട്യൂണാണ് വ്രജയിലെ സംഗീതത്തിനൊക്കെ ട്യൂൺ. എങ്ങനെയാണ്? അവര് വെണ്ണ കടയുമ്പോഴാണ് ഭഗവാനെ പറ്റി ഓർക്കുന്ന പാട്ട് പാടുന്നത് അല്ലേ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത് കുണ്ടലം ഗോകുലേ വ്രജമാനം എന്ന് പറഞ്ഞ് നല്ല പാട്ടുകളൊക്കെ പാടി നല്ല ഇങ്ങനെ അപ്പം ഭഗവാൻ ഓടി വന്നു, അമ്മയെ എനിക്ക് വിശക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? യശോദമായി ഈ മടിയിലേക്ക് എടുത്തു വെച്ചു, കണ്ണനെ എടുത്തു വെച്ചിട്ട് കണ്ണന് പാല് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ പക്ഷെ എന്ത് ചെയ്തു? ഇത് വീണ്ടും കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്ന മൺകുടത്തിൽ വെച്ചിരിക്കുന്ന പാല് തിളച്ചു കിടന്നു. ഈ പാൽ ആരാണ്?
അതീന്ദ്രിയ രൂപത്തിലുള്ള ഭഗവാന്റെ ശാന്തരസത്തിൽ സേവ ചെയ്തിട്ടുള്ള വലിയ സന്യാസി സമൂഹത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഈ യോഗികളൊക്കെ ഇല്ലേ, ആ യോഗികളിൽ നിന്നൊക്കെ വന്നിട്ട് ഭഗവാനെ ശാന്തരസത്തിൽ സേവ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആൾക്കാരാണ് മയിൽപീലി, ഭഗവാന്റെ വംശി, അതുപോലെ തന്നെ ഭഗവാന്റെ ഉടയാട, അതുപോലെ തന്നെ ഭഗവാന്റെ വനമാല. ഇതൊക്കെ സാധാരണ നമ്മൾ കാണുന്ന പുഷ്പങ്ങളല്ല, ജീവനില്ലാത്ത വസ്തുക്കളല്ല, അതിനൊക്കെ അതീന്ദ്രിയ സ്വഭാവമുള്ളവരാണ്. അപ്പം ഭഗവാൻ അന്ന് നിയോഗപ്പെടുത്തിയിരുന്നു, നീ ആത്മഹത്യ ചെയ്യണം എന്നല്ലേ. ഭഗവാന്റെ ആജ്ഞ പാലിച്ച്, അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ യശോദാമായി ഒന്ന് മനസ്സുകൊണ്ട് ആ പാലിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇവരൊക്കെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാണ്. കലമാണെങ്കിലും തീയാണെങ്കിലും എല്ലാം ഹൃദയം കൊണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആ തീയോട് ആളിക്കത്തായിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീ കേൾക്കും. അത്രയ്ക്ക് അതീന്ദ്രിയ സ്വഭാവമാണ് വ്രജയിലുള്ള എല്ലാ സംഭവം. കാര്യം പരമദിവ്യോത്തമ പുരുഷനാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ, സാധാരണ ഒരു വ്യക്തിയല്ല. അപ്പം ആര് ഹൃദയം കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാലും, കാറ്റാണെങ്കിൽ കാറ്റ് നിൽക്കും, മഴയാണെങ്കിൽ മഴ നിൽക്കും, അതുപോലെ തീ അണയ്ക്കാനാണെങ്കിൽ തീ അണയ്ക്കാൻ പറ്റും. നമ്മൾ ഹൃദയം കൊണ്ടുള്ള സംസാര ഭാഷയാണ് അവിടെ കൂടുതലും. അങ്ങനെ എന്ത് ചെയ്തു, അന്നത്തെ ദിവസം ആ ഹൃദയം കൊണ്ട് ആരും സംസാരിച്ചില്ല. ഈ പാല ആത്മഹത്യ ചെയ്തു. ആചാര്യന്മാർ പറഞ്ഞു ഈ പാല ആത്മഹത്യ ചെയ്തു ഭഗവാന്റെ ലീല നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്തു, യശോദമായി ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ കണ്ണനെ എടുത്ത് താഴെ കിടത്തി. കണ്ണൻ ആകെ ഇഷ്ടപ്പെട്ടില്ല. കണ്ണൻ ഇങ്ങനെ ചെയ്തു, അമ്മയുടെ ആ വാത്സല്യമാകുന്ന അമൃതം മാറിൽ നിന്നിങ്ങനെ നുണഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പൊ അതിന് ഭംഗം വന്നു, കണ്ണൻ ഇഷ്ടപ്പെട്ടില്ല. കണ്ണൻ എന്ത് ചെയ്തു, ആ കടകോൽ എടുത്ത് അടിച്ച് ആ തൈര് കട അങ്ങ് പൊട്ടിച്ചു. അവിടെ മുഴുവനും പാലായി ഇങ്ങനെ വെണ്ണയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം അവിടെ തെറിച്ചു. കണ്ണൻ എന്ത് ചെയ്തു, അതുവഴി ഓടി. ഇതെല്ലാം കാൽപ്പാടുണ്ട് ഈ തൈരിന്റെ. ഓടി അറപ്പുരയ്ക്കകത്ത് കിടന്ന് ഒരു സ്റ്റൂളിലിട്ട് അതിന്റെ മുകളിൽ കയറി അവിടുന്ന് ഉറി എന്ന് വെണ്ണ എടുത്തു. ജനൽ തുറന്നു. ജനൽ കുരങ്ങന്മാരെല്ലാം ഓടിക്കയറി വന്നു. കുരങ്ങന്മാർക്ക് ഭക്ഷണങ്ങൾ കൊടുത്തു. ഇതേ കുരങ്ങന്മാരെ നമ്മൾ രാമലീലയിൽ കാണുന്നുണ്ടല്ലേ. ആ കുരങ്ങന്മാരുടെ സേവ ഭഗവാൻ അവരോട് സേവ ചെയ്തിട്ട് പൂർത്തിയാക്കിയിട്ട് അതിന്റെ ബാക്കി ഇവിടെ കൊടുത്തിരിക്കുക. ഇപ്പൊ എന്ത് ചെയ്തു, വൃന്ദാവനത്തിൽ അഴിച്ചു വിട്ടിട്ട് നമ്മളെ പോലെയുള്ള കർമ്മം ഒരുപാട് ബാക്കി എന്നവർ പോകുമ്പോൾ നമ്മുടെ കണ്ണാടിയോ നമ്മുടെ ചാൻഡിയും ബാഗോ ഇതൊക്കെ കുരങ്ങന്മാരെ അടിച്ചെടുത്തോണ്ട് പോകും. നമ്മൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം മേടിച്ചിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ടുപോകും. ആ കുരങ്ങന്മാരെ നോക്കുമ്പോൾ യശോദാമായി എന്ത് ചെയ്തു, കാൽപ്പാട് അന്വേഷിച്ചതേ ഒരു വടിയായിട്ട് പുറകെ വന്നിരിക്കുന്നു. കുരങ്ങന്മാര് തൽക്ഷണം അപ്രത്യക്ഷമായി. അവിടെ നിന്ന് എവിടെയോ പോയി ഒളിച്ചു. നോക്കിയപ്പോൾ കണ്ണൻ തിരിഞ്ഞു നോക്കി, അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. ഒരു എന്താണ് ശൂർപ്പണക മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണനാകെ പേടിയായി. കണ്ണൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി അമ്മയെ വെട്ടിച്ചിങ്ങ പോയി. ഇപ്പൊ ഗോപാങ്കണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉപരി ലോകത്തിലുള്ള എല്ലാ ദേവീദേവന്മാരും 33 കോടി ദേവന്മാരും ബ്രഹ്മാവും മഹാവിഷ്ണുവും ശിവനും അതുപോലെ തന്നെ ദേവന്മാരെ, ഗന്ധർവന്മാരെ, യക്ഷന്മാരെ, കിന്നരന്മാരെ, കിംപുരുഷന്മാരെ, അപ്സരസുകളെ എല്ലാവരും നൃത്തം ചെയ്ത് പരമദിവ്യോത്തമ പുരുഷന്റെ ഈ ദാമോദര ലീല കാണാനായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇവിടെ എന്ത് സംഭവിക്കും, നമ്മളെയെല്ലാം കർമ്മ ബന്ധത്തിൽ ഇട്ടിട്ട് ഈ ഓടിപ്പിക്കുന്ന ഭഗവാൻ, നമ്മളെല്ലാം നമ്മൾ ഈ ജീവിതമാകുന്ന ദുരിതങ്ങളിൽ ഓടിക്കുന്ന ഭഗവാനെ ഒരു സാധാരണ സ്ത്രീ ഇട്ട് ഓടിക്കുന്നു. മാതാജി ആ പാട്ടൊന്ന് പാടിക്കേ. മാതാജി, രാധിക മാതാജി. എന്നതവം യശോദ. രാധിക മാതാജി അറിയാലോ. എനിക്ക് മുഴുവനൊന്നും കുറച്ച് രണ്ടുപേരെ അറിയുള്ളൂ മതി, പ്രഭു. അത് മതി. ഒരു മിനിറ്റ്. എന്നതവം ചെയ്തനേ യശോദാ, എന്നതവം ചെയ്തനേ യശോദാ, എങ്കും നിറയെ പരബ്രഹ്മം അമ്മാവെന്നഴക, എന്നതവം ചെയ്തനേ യശോദാ, എന്നതവം ചെയ്തനേ. യശോദ എന്ത് തപമാണ് ചെയ്തത്? എന്ത് തപമാണ് ചെയ്തത് നമുക്കറിയാൻ പറ്റൂല. എങ്ങ് നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തിന്റെ അമ്മയാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു ഭാഗ്യം ചെയ്യാനുണ്ടോ? ബ്രഹ്മദേവൻ പറയുന്നു, അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം. നന്ദഗോപുര യശോദയും കൂടെ പറഞ്ഞിട്ട്
അവർക്കൊന്നും പിടികിട്ടാതെ നടക്കുന്ന ഈ ഭഗവാൻ, യോഗികൾ അനേകായിരം വർഷം ഹൃദയത്തിലേക്കാക്കാൻ നോക്കിയിട്ട് അവർക്ക് പിടികൊടുക്കാതെ നടക്കുന്ന ഈ ഭഗവാൻ ഈ ഒരു സ്ത്രീയെ പേടിച്ചിട്ട് ഓടി നടക്കുന്നു. കണ്ണിൽ നിന്ന് പേടിച്ചിട്ട് പേടി കൊണ്ട് തിരമാലകൾ ഇങ്ങനെ നടക്കുന്നു, വെള്ളം ഇങ്ങനെ വരുന്നു കൃഷ്ണന്. അപ്പം ഇത് കണ്ടിട്ട് അവർക്കങ്ങ് അതിശയമായി. എല്ലാവരും നോക്കി നിൽക്കി, എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കണ്ടിങ്ങനെ നോക്കി. അവിടെ എവിടെയെല്ലാം കാറ്റടിക്കാൻ തുടങ്ങി, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പ്രകൃതിയിൽ. പ്രകൃതി എല്ലാം ഇങ്ങനെ കരുതലോടെ കാത്തിരുന്നു. അപ്പം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ അങ്ങാകെ ക്ഷീണിച്ചു. അമ്മ എന്ത് ചെയ്യും, സറണ്ടറിന്റെ മനോഭാവത്തിലെത്തി. ഈ കുട്ടിയെ ഓടിച്ചിട്ട് കിട്ടുന്നില്ല, അമ്മയ്ക്ക് കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ സറണ്ടർ ചെയ്തപ്പോൾ എന്താണ്, അതാണ് നമ്മൾ സർവധർമ്മൻ പരിത്യജ, അമ്മ സറണ്ടർ ചെയ്തു മകന്റെ അടുക്കൽ. അപ്പൊ മകൻ എന്ത് ചെയ്തു, നിന്ന് കൊടുത്തു. യോഗികളൊന്നും പിടിച്ചാൽ കിട്ടാത്ത ആ ഭഗവാൻ എന്ത് ചെയ്തു, ആ അമ്മയുടെ വാത്സല്യത്തിന് മുമ്പില്, അമ്മയുടെ ആ ഒരു എന്ത് ചെയ്തു, സറണ്ടറിന്റെ മുൻപില് കീഴടങ്ങി കൊടുത്തു, നിന്ന് കൊടുത്തു. അമ്മ എന്ത് ചെയ്തു, പിടിച്ചു. കയറിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ് കയറ് ആരോ എടുത്തുകൊണ്ട് വന്ന് കയറിൽ കെട്ടാനായിട്ട് ഒരുങ്ങിയപ്പം ഉരലയിലേക്ക് പിടിച്ച് കെട്ടുന്നവർ 2 അങ്കുലം കുറവ്. അപ്പൊ എന്ത് ചെയ്തു, ഗോപസ്ത്രീകളൊക്കെ വിവരം അറിഞ്ഞ് അവർ ഓടി വന്നു. ആ, ഈ കള്ളനെ നിങ്ങൾ പിടിച്ചോ, ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണെന്ന്, ഞങ്ങൾ കയറ് കൊണ്ടുവരാം, അവനങ്ങ് കെട്ടിയിട് എന്ന് പറഞ്ഞ് അവരെല്ലാം കയറ് കൊണ്ടുവന്ന് അതെല്ലാം ഏച്ച് കെട്ടി വെച്ച് നോക്കിയപ്പോഴും 2 അങ്കുലം കുറവ്. വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് അമ്മ ഈ കയറെല്ലാം കെട്ടി 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 മടുത്തു. വീണ്ടും അമ്മ സറണ്ടർ ചെയ്തു. നമ്മളെയൊക്കെ ഈ കർമ്മബന്ധങ്ങളാകുന്ന കെട്ടുകളിട്ട് കുരുക്കിയിട്ടിരിക്കുന്ന ആ ഭഗവാനെ അവിടെ ഒരു സാധാരണ സ്ത്രീ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ സ്ത്രീ എന്ത് ചെയ്തു, സ്നേഹമാകുന്ന കയറുകൊണ്ട് കെട്ടിവരഞ്ഞ് മുറുക്കാനായിട്ട് നോക്കുന്നു. അപ്പൊ ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഉദരത്തിൽ ധരിച്ചിരിക്കുന്ന ആ ഭഗവാൻ എന്ത് ചെയ്തു, ഉദരം ഒന്ന് ഒതുക്കി കൊടുത്തു. ഉദരം ഒതുക്കി കൊടുത്തപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു, ഈ 2 അങ്കുലം മാറി. പിന്നെ ആദ്യത്തെ കയറുകൊണ്ട് തന്നെ നിഷ്പ്രയാസം ഭഗവാനെ കെട്ടാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ 2 അങ്കുലം എന്താണ്, അപ്പൊ ദേവകളെല്ലാം പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. അപ്പൊ യശോദാമായിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ഇവിടെ നടന്നു എന്ന്. ഉടനെ തന്നെ യോഗമായ വന്ന് യശോദാമായെ അത് മറച്ചു. അപ്പം എന്താണ് 2 അങ്കുലം? 2 അങ്കുലം പരിശ്രമവും ഭഗവാന്റെ കൃപയും. പരിശ്രമവും ഭഗവാന്റെ കൃപയും. അതായത് നമ്മൾ പരിശ്രമിച്ചാലേ ഭഗവാനെ കിട്ടത്തുള്ളൂ, അല്ലെ കിട്ടത്തില്ല. പിന്നെ പരിശ്രമിച്ചാൽ മാത്രം പോരാ, ഭഗവാന്റെ കൃപയുണ്ട്. നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭഗവാനെ കാണുമായിരിക്കും ഒരു പക്ഷെ തിക്കിനും തിരക്കിനിടയ്ക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ്. പക്ഷെ ഭഗവാൻ നമ്മളെ കണ്ടോ ഇല്ലയോ, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം അല്ലേ. നമ്മൾ ഭഗവാനെ കാണുമായിരിക്കും, പക്ഷെ ഭഗവാൻ നമ്മളെ കണ്ടോ ഇല്ലയോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും എന്താണ്, പരിശ്രമിക്കണം. അതുപോലെ തന്നെ ഭഗവാൻ കൃപ ചൊരിയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, യശോദമായി സീനറിൽ നിന്ന് മാറി ഭഗവാൻ ഈ ഉരല് വലിച്ചിട്ടിട്ട് മുട്ട നീന്തി 2 വൃക്ഷങ്ങള് അവിടെ നിൽപ്പുണ്ട്, വടവൃക്ഷങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഉരൽ അങ്ങോട്ട് വലിച്ചു. ഭഗവാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തപ്പോൾ തന്നെ ആ വടവൃക്ഷങ്ങൾ അവിടെ മറിഞ്ഞു വീണു. അതിൻ്റെ ശബ്ദം കേട്ടിട്ട് പൊടിപടലങ്ങളും എല്ലാം കേട്ടിട്ട് ഗോകുലം മുഴുവൻ വിറച്ചു. ഭൂമികുലക്കമാണോ ഇത്, എല്ലാ അസുരന്മാർ വന്നോ എന്നൊന്നും അറിയത്തില്ല. എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഈ വൃക്ഷത്തിൽ നിന്ന് 2 രൂപങ്ങൾ പുറത്തു വന്നു. ഈ വൃക്ഷങ്ങളുടെ പേര് യമള അർജുന വൃക്ഷങ്ങൾ എന്നാണ്. യമള അർജുന വൃക്ഷങ്ങൾ. അതിൽ നിന്ന് 2 നളകുബേരനും മണിഗ്രീവനും. കുബേരൻ അല്ലെങ്കിൽ ദേവന്മാരുടെ ട്രഷർ ഖജാൻജി ആണ് കുബേരൻ. അപ്പൊ എന്ത് ചെയ്യുന്നു, അംബാനിയുടെ മക്കളാകുമ്പോൾ കുറച്ച് അഹങ്കാരമൊക്കെ വരികയില്ലേ. അപ്പൊ ദേവന്മാരുടെ അംബാനിയാണ് കുബേരൻ. കുബേരന്റെ മക്കൾ എന്ത് ചെയ്യും, മധു ഒക്കെ സേവിച്ച് ഇങ്ങനെ മധോന്മത്തരായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അവര് നമ്മള് മഹാദേവനും പാർവതിയും ഒക്കെ തന്നെ വളരെ ഇതായിട്ട് കാണുന്ന ആ കൈലാസത്തിലെ മാനസരോവരിലെ ആ വെള്ളത്തില് തുണിയില്ലാതെ അപ്സര സ്ത്രീകളുടെ കൂടെ. ഒരാളിന്റെ പേരെന്താ പ്രഭു? ഒരാളിന്റെ മണിഗ്രീവൻ. 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 അപ്പൊ അങ്ങനെ പെട്ടെന്ന് മറന്നു പോവാ. അങ്ങനെ ഈ ജലകേളികൾ ആടിക്കൊണ്ടിരിക്കുന്ന അപ്സര സ്ത്രീകളുടെ നാരദമുനി ആ സമയത്ത് അതുവഴി വന്നപ്പോൾ ഇതിലെ അപ്സര സ്ത്രീകളെല്ലാം വസ്ത്രം ധരിച്ച് അവര് അങ്ങ് അവരുടെ ലോകത്തേക്ക് തിരിച്ചുപോയി. നളകുബേരന്മാർ എന്ത് ചെയ്തു, മദ്യത്തിന്റെ ലഹരിയിൽ അവര് നാരദമുനിയെ അപമാനിച്ചു. അവർ നാരദമുനിയെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയില്ല, വസ്ത്രം ധരിച്ചില്ല. അപ്പൊ അത് വലിയ അപരാധമാണ് ഒരു ആചാര്യനെ അപമാനിക്കുന്ന. നാരദമുനി ശാപം കൊടുത്തു. എന്താണ് ശാപം? നിങ്ങൾ വൃക്ഷമായി പോകട്ടെ എന്ന് ശപിച്ചു. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്
വസ്ത്രമില്ലാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അടുത്ത ജന്മത്തിൽ വൃക്ഷങ്ങളായിരിക്കും. വൃക്ഷങ്ങൾക്ക് എന്താണ്? വസ്ത്രമേ ഇല്ല ഒരിക്കലും, അല്ലേ? അവർ മറ്റുള്ളവർക്ക് കുടയായിട്ട് നിൽക്കും, മറ്റുള്ളവർക്ക് തണലിൽ നിൽക്കും, ചൂടത്തും വെയിലത്തും മഞ്ഞത്തും മഴയത്തും എല്ലാം, അല്ലേ? അത് വെട്ടുന്ന ആൾക്കൂടെ കൂടി തണല് കൊടുക്കും. പക്ഷെ അവർക്ക് ഇത് എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറ്റുമോ ചൂടാണെന്നും പറഞ്ഞിട്ട്? മഴ പെയ്യുന്നു, ഞാനിന്ന് ആ ക്ഷേത്രത്തിന്റെ തിണ്ണയിൽ നിന്ന് കയറി നിന്നേക്കാന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. ഇതെല്ലാം സഹിച്ചേ പറ്റുള്ളൂ, അല്ലേ? അപ്പം ഇതാണ് ഈ വസ്ത്രമില്ലാതെ അവരവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവരുടെ അവസ്ഥ. എന്താണ്? ഈ പറയുന്ന വൃക്ഷങ്ങളായിട്ട് ജനിക്കേണ്ടി വരും. എല്ലാം സഹിച്ച്. ഇവരുടെ ആത്മാവും യാതനാ ശരീരമുണ്ട്. നമ്മൾ വെട്ടുമ്പോൾ എന്തുമാത്രം സഹിക്കുമെന്നറിയോ? വൃക്ഷങ്ങൾ എന്തുമാത്രം വേദന എടുക്കുമെന്നറിയോ? നമ്മളൊരു പുല്ലിനെ ഞുള്ളി കളഞ്ഞാൽ തന്നെ അവർക്ക് നല്ല വേദനയുണ്ട്. നമ്മളിത് അറിയുന്നില്ല. ശാന്തരസത്തിൽ അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പം എന്താണ് ഈ വൃക്ഷങ്ങൾ? അപ്പം അവർക്കാണ് അപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. അവർ നാരദമുനിയുടെ കാൽക്കൽ വീണ് ക്ഷമാപണം നടത്തി. നാരദമുനി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും? ദ്വാപരയുഗത്തില് ഭഗവാൻ ഇവിടെ ഗോകുലത്തിൽ വന്ന് അവതരിക്കും. അപ്പോൾ ഗോകുലത്തിന്റെ മുറ്റത്തിൽ വൃക്ഷങ്ങളായിട്ട് നിങ്ങൾ ഇറക്കും. അപ്പോൾ അവിടെ വെച്ച് ഭഗവാൻ തന്നെ നിങ്ങളെ നേരിട്ട് മോചിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ ഈ ഒരു ലീലയാടാനുള്ള കാര്യം എന്താണ്? ഭഗവാന്റെ ഭക്തൻ അവർക്ക് കൊടുത്ത വാക്ക്. ആർക്ക് കൊടുത്ത വാക്ക്? നാരദമുനി ഇവർക്ക് കൊടുത്ത വാക്ക് പാലിക്കണം, അല്ലെ? ഒരു ആചാര്യന്റെ വാക്ക്. അത് ഭഗവാൻ ഒരിക്കലും ഒരു ഭക്തന്റെ വാക്ക് ലംഘിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ലീലകളൊക്കെ, ഈ പാലിനെ തിളച്ച് ചാടിപ്പിച്ചതും ഒക്കെ ചെയ്തതും, അല്ലേ? ഭഗവാന്റെ ആ നാരദമുനി ഒരു ആർക്ക് കൊടുത്ത ഭക്തൻ വാക്ക്? നാരദമുനി ആർക്ക് കൊടുത്ത വാക്ക്? നാരദമുനി ശാപമോക്ഷമായിട്ട് ഈ ശാപമോക്ഷം കൊടുത്തില്ലേ? ഭഗവാൻ വന്ന് ഈ ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട് ആണ് ഭഗവാൻ ഈ ലീല ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് അവർക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ്? ആചാര്യന്മാരുടെ ശാപമാണെങ്കിൽ പോലും അവരുടെ ലവമാത്ര സാധു സംഘം കൊണ്ട് നമുക്ക് കിട്ടാത്ത ഒന്നുമില്ല. ഒരു സെക്കൻഡിന്റെ 11 ആണെങ്കിൽ പോലും ഒരു ശുദ്ധഭക്തന്റെ സംസർഗം മൂലം നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയ കാര്യമാണ്, അല്ലേ? ശാപമാണ് കിട്ടിയത്. പക്ഷെ എവിടെയാ വന്ന് ജനിച്ചത്? വൃക്ഷങ്ങളാണെങ്കിൽ കൂടി ഗോകുലത്തിന്റെ മുറ്റത്ത്. വേറെ ആർക്കും ഇത്രയും ഭാഗ്യം ഉണ്ടായത്? ഈ ലീലകളെല്ലാം കാണാനായിട്ടും ഈ പരബ്രഹ്മ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ ഓടിക്കളിക്കുന്നതും അവിടെ നിന്ന് വെണ്ണ കെട്ടുവാഴുന്നതും പശുക്കളെ മേയ്ക്കാൻ പോകുന്നതും ഇതൊക്കെ കാണാനായിട്ടുള്ള ഭാഗ്യം ആർക്കുണ്ടായി? ഈ വൃക്ഷങ്ങൾക്ക്. എന്നിട്ട് ഭഗവാൻ നേരിട്ട് വന്ന് മോചിപ്പിച്ചു. അത്രയും വലിയ ഭാഗ്യം വേറെ പറയാനുണ്ടോ? ഭഗവാൻ എന്ത് ചെയ്തു? നാരദമുനിയുടെ വാക്ക് സത്യം ആക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തു. പക്ഷെ ഇവർക്ക് കിട്ടിയതോ? നാരദമുനിയുടെ അസോസിയേഷൻ മൂലം അവർക്ക് കിട്ടിയത് ഭഗവാന്റെ അടുക്കൽ നിന്ന് നേരിട്ട് മോക്ഷം. അപ്പൊ അതാണ് നമ്മൾ ഈ ലീലയിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഈ കാർത്തിക മാസത്തിൽ വൃന്ദാവന പരിക്രമമൊക്കെ അവിടെ ഭയങ്കര തിരക്കാണെങ്കിലും വൃന്ദാവന പരിക്രമം വളരെ വേണ്ടപ്പെട്ടതാണ്. രാധാറാണിക്ക് ഏറ്റവും പ്രിയങ്കരമായ മാസമാണ് ഇത്. രാധാറാണിയുടെ മാസം എന്നാണ് അറിയപ്പെടുന്നത്. രാധികയുടെ മാസമാണ്, രാധികാ മാസമാണിത്. അപ്പം രാധാറാണിയുടെ കൃപ, നമ്മൾ ഭഗവാനെ പറ്റി ആര് വിളിക്കുന്നോ, ആര് ദാമോദരാഷ്ടം ചെയ്യുന്നോ, ആര് നെയ്വിളക്ക് ചിലപ്പോൾ രാധാറാണി വന്ന് നോക്കി നിൽക്കുമെന്നാണ് പറയുന്നത്. അത് രാധാറാണിക്ക് ഏറ്റവും പ്രിയങ്കരമായ മാസമാണ്. അപ്പം നമ്മൾ രാധാറാണിയുടെ കൃപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദാമോദരാഷ്ടകവും അതുപോലെ നമ്മൾ നേരത്തെ ചെയ്യുന്ന തുളസി പ്രദക്ഷിണം, തുളസിക്ക് വെള്ളം ഒഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ സ്വയം രാധാറാണി നമ്മളുടെ ഓരോരുത്തരുടെ അടുക്കൽ വന്നത് വിറ്റ്നസ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പം എല്ലാവർക്കും ഈ രാധാ ദാമോദര ഭഗവാനെ ഹൃദയത്തിൽ ബന്ധനസ്ഥനാക്കി ഇടാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ ഒരു മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആ തടവട എന്താണ് ഈ തടവറയിൽ നിന്ന് മോചിപ്പിക്കാതെ ബന്ധനസ്ഥനാക്കി തന്നെ ഇടുക. നമ്മളുടെ ഹൃദയമാകുന്ന തടവറയിൽ, കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനാക്കി ഇടിരിക്കുക. ഇല്ലമംഗലം ഠാക്കൂർ സ്വാമികൾ പറഞ്ഞതുപോലെ വ്രജേ പ്രസിദ്ധം നവനീത ചോരം ഗോപാംഗനാനാം ചതുകൂല ചൗരം അനേക ജന്മാർജിത പാപചൗരം ചൗരാഗ്രഗണ്യം ശരണം പ്രപത്തി. എന്താണ് ചൗരാഷ്ടകം? നന്ദനന്ദനാഷ്ടകം, ദാമോദരാഷ്ടകം. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ജപിക്കേണ്ടത്. നന്ദനന്ദനാഷ്ടകം എല്ലാവർക്കും ഉണ്ടല്ലോ, അല്ലേ? ഏതാണ്? എങ്ങനെയാ തുടങ്ങുന്നത് നന്ദനന്ദനാഷ്ടകം?
ഞാനും വിട്ടുപോയി. അപ്പം ഈ സൗരാഷ്ട്രത്തിൽ പറഞ്ഞിരിക്കുന്ന വിരജയിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഒരാളുണ്ടെന്നാണ്. വെണ്ണ കട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് പേരുള്ള അതേ കള്ളൻ തന്നെ ഗോപികമാരുടെ വസ്ത്രവും കട്ടെടുക്കും. ഇതേ കള്ളൻ തന്നെ കള്ളന്മാരുടെ ചക്രവർത്തി സമ്രാഷ്ട്ര ഇതേ കള്ളൻ എന്ത് ചെയ്തും നമ്മുടെ ഹൃദയത്തിലുള്ള അനേകായിരം ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ചിരിക്കുന്ന എന്ത് ചെയ്യും പാപങ്ങളെല്ലാം അങ്ങ് മോഷ്ടിച്ചെടുക്കും. അങ്ങനെയുള്ള കള്ളന്മാരുടെ രാജാവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കള്ളൻ വന്ന് നമ്മളുടെ എല്ലാ പാപങ്ങളെയും മോഷ്ടിച്ചിട്ട് നമ്മളുടെ ഹൃദയത്തെയും അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മളുടെ ആ ഹൃദയം എന്ത് ചെയ്ത് വെണ്ണയാക്കി എല്ലാവരും വെക്കുക. ഹൃദയം എല്ലാവരുടെയും ഉരുകട്ടെ. എല്ലാവരിലും രാധാ ദാമോദര ഭഗവാൻ വന്ന് ഹൃദയമാകുന്ന പ്രഭു വെണ്ണ വന്ന് മോഷ്ടിച്ച് എല്ലാവർക്കും ആ പ്രഭു പരിപാവനമായ സ്നേഹം രാധാറാണിയുടെ ആ പരമപ്രേമം കിട്ടാനായിട്ട് ഇടയായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞ നന്ദനന്ദനാഷ്ടകം ശങ്കരാചാര്യ വിരചിതാണോ? ശങ്കരാചാര്യരുടെ പ്രഭു അതാണ് ഭജേ വ്രജേകമണ്ഡനം സമസ്ത അതല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. ഭജേ വ്രജേകമണ്ഡനം സമസ്ത പാപഖണ്ഡനം സ്വഭക്ത ചിത്തരഞ്ജനം സദൈവ അല്ല, നന്ദനന്ദനം. നമാമി നന്ദനന്ദനം എന്നാണ് അതിന്റെ ലാസ്റ്റ് വരുന്നത്. എല്ലാത്തിന്റെ അതും നമാമി നന്ദനന്ദനം. മാതാജി വൈഷ്ണവഗീതത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മാതാജി ഇതുപോലെ വേറൊരു ശ്ലോകം പറഞ്ഞായിരുന്നു. അതല്ല, നമ്മളൊക്കെ പാടുന്നത് വേറെയാണ്. വൈഷ്ണവഗീതത്തില് കാണില്ല അത്. വൈഷ്ണവഗീതത്തിലുണ്ട്. വൈഷ്ണവഗീതത്തിലില്ല, ഇല്ല. ഇതിനകത്തില്ല. ഞാനിപ്പോ ആ വൈഷ്ണവഗീതത്തിലില്ല. ബുക്ക് എടുക്കാണ്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ എടുത്തു വെക്കുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് അത് വായിച്ചു കേൾപ്പിക്കായിരുന്നു. മറവിയായി പോയി. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു. നമുക്ക് ഒരു ദിവസം അത് പാടാം. ഗോപികാഗീതം രാസലീല നടന്ന സമയത്തുള്ള ഗോപികാഗീതവും നമുക്ക് ഒരു ദിവസം വായിക്കാം. അപ്പൊ ഇനി കേവലാഷ്ടകം സൗരാഷ്ടകം ഒക്കെ ഗോപിക അല്ലെ വൈഷ്ണവ കേവലാഷ്ടകവും ഗീതങ്ങളിലെ. യുഗളാഷ്ടകവും ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. യുഗളാഷ്ടകം അതെല്ലാം ഉണ്ട് ഇതിൽ. രാധാകൃഷ്ണ ഗേദർ മമ എന്ന് പറഞ്ഞിട്ടുള്ള യുഗളാഷ്ടകം. പ്രഭു അച്ഛന്റെ വിവരം പിന്നെ വാട്സപ്പിൽ ഇടണേ. അച്ഛന്റെ വിവരം ഞാൻ ഇനി ഒന്ന് വിളിക്കണം. ഇനി ആർക്കെങ്കിലും വിളിച്ചു എന്തെങ്കിലും ചോദിച്ചാട്ടെ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാൻ സമയം ഒരുപാടായി. അതുപോലെ തന്നെ എന്നാ പ്രഭു നാട്ടിക്ക് എന്നാ പോണ്? അതായത് ഈ ലീവ് റിജക്റ്റ് ആയിട്ടിരിക്കും. ഞാൻ 20 ദിവസത്തെ കൊടുത്തിട്ട് 24 തീയതി തൊട്ട് നവംബർ 13 തീയതി വരെയൊക്കെ ആയിരുന്നു. അത് റിജക്റ്റ് ആയിട്ട് ഇപ്പോൾ 7 ദിവസം എടുക്കാനാ പറയുന്നത്. അത് കാരണം ഞാൻ നാട്ടിൽ വന്ന 5 ദിവസം ഭീഷ്മപഞ്ചകവും കല്യാണത്തിന്റെ അന്നോട്ട് ഭീഷ്മപഞ്ചന കല്യാണത്തിന്റെ അന്ന് പോലും ഒരു വക കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് ചാർജ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വെറുതെ അവര് വരുന്നുണ്ട്, ഞാൻ വന്നില്ലെങ്കിലും മാതാജി മോനും വരുന്നുണ്ട്. അവർക്ക് കാര്യം എന്നെക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് അവനോട് അവർക്കാണ്. കാര്യം അവൻ സ്കൂളിൽ നിന്ന് പഠിച്ചത് ഇവരുടെ കൂടെയാണ്. ചെറുപ്പം മുതലേ മോന് അവനോടാണ് ഭയങ്കര താല്പര്യം. കളിക്കൂട്ടുകാരനെ പോലെ നിന്നാ. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കത്തില്ല. പക്ഷെ അവന്റെ ജിത്തു ചേട്ടൻ പറഞ്ഞ അവൻ എന്തും അനുസരിക്കും. അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം ഏറ്റുമാനൂരാണ്. അവര് പാലാ ഏറ്റുമാനൂർ ചേർപ്പങ്കലടുത്ത്. ചേർപ്പങ്കൽ. നവംബർ 2 എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ നേരത്തെ ഇത് അറിയുമായിരുന്നേ. കഴിഞ്ഞ വർഷം എൻഗേജ്മെന്റ് കഴിഞ്ഞാണ്. നേരത്തെ അറിയാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഭീഷ്മ പഞ്ചായത്തിന്റെ അന്ന് വെക്കാനായിട്ട്. ഭീഷ്മ പഞ്ചായത്തിന് നമ്മളൊന്ന് നോയമ്പെടുക്കുമ്പോഴേക്കും ഓരോ ദിവസം എന്തെങ്കിലും ഇത് കഴിക്കട്ടെ പ്രഭു. പഞ്ചഗവ്യ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. പശുവിന്റെ ഇതൊക്കെ ഉപയോഗിച്ച് ഗോമൂത്രം അങ്ങനെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പഞ്ചഗവ്യ അതുപോലെ ഓരോ സാധനങ്ങളൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വായിച്ചേ. അത് അതിന്റെ ഭയങ്കര പരമകാഷ്ഠയാണ്. ആ പഞ്ചഗവ്യം കുട്ടി ഓരോ ദിവസം ചെയ്യണമെന്നുണ്ട് മാതാജി. അതിന്റെ ശരിക്കുള്ളത് ഞാൻ ഷെയർ ചെയ്യാം പിന്നീട്. നമുക്ക് വാട്സപ്പിലൊക്കെ ആ സമയത്ത് പോസ്റ്റ് വരും. വേറൊരു രീതിയുണ്ട് നമ്മൾ ഉപാസിക്കാത്ത രീതി. അതൊരു കുറച്ചുകൂടെ കട്ടിയാ. അരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്, ഏതോ ഒരു പ്രത്യേക തരത്തിലുള്ള. പക്ഷെ ഞങ്ങളിവിടെ വൈഷ്ണവ രീതിയിലുള്ള വിഷ്ണു പഞ്ചകം ഇതിനത് ശുപാർശ ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് എല്ലാവരും ഈ അരിയും അല്ലാതെ ഗോതമ്പും ഇതെല്ലാം ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ.
ഇസ്കോൺ അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ വേറൊരു പല സാധനങ്ങളും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭീഷ്മപഞ്ചകത്തിന്റെ ഈ ഒരു ഭക്ഷണക്രമം ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുൻപേ ഒക്കെ വായിച്ചപ്പോൾ ഞാൻ ആചാര്യന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രഭുവിന് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോ, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇതാണ്. ഞാൻ അത് തെറ്റാണെന്ന് പറയുന്നുമില്ല, പക്ഷെ ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്, എന്നോട് ഗുരുക്കന്മാർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ഗുരുപ്രഭു എന്നോട് അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പ്രഭു ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചോളാനും പറഞ്ഞു. അപ്പോൾ തീർന്നില്ലേ, നമ്മൾ പിന്നെ ചോദ്യം നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇതെടുക്കുക. പറ്റുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് തീരെ പറ്റത്തില്ല. നിങ്ങൾ കരിക്ക് മസ്റ്റായിട്ട് ഉണ്ടെങ്കിൽ നല്ല ക്ഷീണം മാറി കിട്ടും. പിന്നെ തൈര് ഉപേക്ഷിക്കേണ്ടതാണ്. പശുവും പാലും പാലുൽപ്പന്നങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മൾ കുരുമുളക് അരച്ചിട്ട് മറ്റേ ചുവന്ന മുളകിന് പകരം കുരുമുളക് അരച്ചിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് ചേമ്പും കപ്പയൊക്കെ അരച്ചിട്ട് നമുക്ക് വെക്കാം. കപ്പയൊക്കെ കുരുമുളകും തേങ്ങയും കൂടെ അരച്ച് പുഴുങ്ങിയെടുത്ത് വാങ്ങിയിട്ട് അങ്ങനെ ഇതുകൂടെ കൂട്ടി ഈ ചമ്മന്തിയില്ലേ അരച്ചിട്ട് തേങ്ങായും അതുപോലെ തന്നെ ഈ കുരുമുളകും ഇന്ദുപ്പൂടെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ കഴിക്കാം. ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം. പിന്നെ മധുരക്കിഴങ്ങ് വലിയ പാടാണ് കഴിക്കാനായിട്ട്. കാര്യം നമ്മൾ അത് ഒരു ഒന്നാമത്തെ ദിവസത്തെ പ്രശ്നമുള്ളൂ. 2, 3, 4 ഇപ്രാവശ്യം 4 ദിവസമേ ഉള്ളൂ എന്നാ തോന്നുന്നത്. 4 ദിവസം, ഒരു ദിവസം കുറവാണ്. അപ്പോൾ ഒന്നുകൂടെ എളുപ്പമായില്ലേ? അപ്പം ഹരേ കൃഷ്ണ. ക്ലാസ് കഴിഞ്ഞു. സവിതാ മാതാജി മറ്റേ ക്ലാസ്സിന് വരുന്നുണ്ടോ? ഇന്നില്ല പ്രഭു, മോള് ഇവിടെ ഇല്ലേ, മോളുടെ ഫ്രണ്ട് നാട്ടിൽ പോവുക, അപ്പൊ അവളുടെ വീട്ടിലാ. അപ്പൊ മോളില്ലാതെ ഞാൻ എന്തായാലും ഇന്ന് വരുന്നില്ല. അതെയോ? ആ ഹരേ കൃഷ്ണ. നിങ്ങളൊക്കെ കാണുമെന്ന് ഇന്നലെ ഞാൻ ഗീതാകായനി മാതാജിയെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വരുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇന്നലെ ഒരു ഡ്രാമ പ്രാക്ടീസിന് വെച്ച് ഞങ്ങൾ കണ്ടായിരുന്നവരെ. പക്ഷെ ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചു മാതാജിന്റെ മെസ്സേജ്. മാതാജി ഇന്ന് ഉച്ചക്കല്ലല്ലേ ഇട്ടേ, അപ്പഴത്തേക്ക് മോളെല്ലാം പോയി, എല്ലാരും പോയി. പിന്നെ അതുകൊണ്ടാണ്. അതല്ല. ഓക്കെ, ശരി. എന്നാ വഞ്ചകൽപതരുപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എന്തുകൂടി വൈഷ്ണവം കീ ജയ്.